ആദ്യമായി ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മുടെ സെറീന ട്രസ്റ്റിൻ്റെ ക്ലാസ്സിൻ്റെ 15ാമത്തെ സീരീസാണ് നടക്കുന്നത്. അപ്പോൾ ഇതിനെപ്പറ്റി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. ഇപ്പം നമുക്കറിയാം, ഓരോ ദിവസം കൂടുമ്പോഴും ഇതിൽ ആൾ കൂടി വരികയാണ്. ആദ്യം വളരെ കുറച്ച് ആളുണ്ടായേ, ഇപ്പം എല്ലാ ദിവസവും കൂടി വരികയാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു പരിപാടിക്ക് വെൽക്കം ചെയ്യാൻ എന്നെ വിളിച്ചതിന് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. സുധാരൻ മാഷോട് ഞാൻ അതിനുള്ള നന്ദി പ്രത്യേകം അറിയിക്കുന്നു. ഡോക്ടർ അരവിന്ദൻ, അപ്പോൾ ഹീസ് എ വെൽ നോൺ പത്തോളജിസ്റ്റ്. ഒരുപാട് പേപ്പേഴ്സ്, ഒരു അറൗണ്ട് 80 പേപ്പേഴ്സ് നല്ല ജേർണൽസിലൊക്കെ പബ്ലിഷ് ചെയ്തിട്ടുള്ളൊരു സയൻസിനെ പറ്റിയിട്ട് ആധികാരികമായിട്ട് സംസാരിക്കാൻ കഴിവുള്ള ഒരു വ്യക്തിനെയാണ് നമുക്കിന്ന് കിട്ടിയിട്ടുള്ളത്. അതിൽ നമ്മളെല്ലാവരും അഭിമാനിക്കണം. ഹി ഈസ് നൗ വർക്കിംഗ് ആസ് എ സീനിയർ കൺസൾട്ടൻറ്റ് ഇൻ കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ. അതേപോലെ തന്നെ വിസിറ്റിംഗ് കൺസൾട്ടൻ്റായിട്ട് MBA ക്യാൻസർ സെൻ്ററിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ സാറിനെ കിട്ടിയത് ഭയങ്കര സന്തോഷമാണ്. ഇന്ത്യ മുഴുവനും അറിയപ്പെടുന്ന ഒരു പാത്തോളജിസ്റ്റിനെയാണ് നമുക്കിന്ന് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അതിൽ അഭിമാനിക്കാം. അപ്പോൾ ആദ്യമായി ഞാൻ സാറിനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വിത്ത് ലവ് ആൻഡ് അഫെക്ഷൻ. താങ്ക് യു സാർ. അടുത്തത് നമ്മുടെ ഓഡിയൻസാണ്. ഓഡിയൻസ് എനിക്കറിയാം, എല്ലാവരും വരുന്നത് ഭയങ്കര ഊഷ്മളമായൊരു അറ്റ്മോസ്ഫിയറാണ് ഇവിടെ. എന്നിട്ട് നമ്മൾ നല്ലൊരു സംസാരം, അത് കഴിഞ്ഞ് നല്ലൊരു ടോക്ക്, ഇതൊക്കെ കഴിഞ്ഞ് നമ്മളൊരു ഊഷ്മളമായ സന്ധ്യയാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അത് വിചാരിച്ചിട്ടാണ് ഞാൻ അടക്കമുള്ള വ്യക്തികൾ വരുന്നത്. അപ്പോൾ എല്ലാ ഓഡിയൻസിനെയും ഈ വേദിയിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. സാറിന് സ്പീച്ചിന് വേണ്ടി ക്ഷണിക്കുന്നു. ശാസ്ത്രം ഇന്ത്യയിൽ ഇന്നും അന്നും ഇന്നും നാളെ എന്നാണ് കൊടുത്ത ടോപ്പിക്ക്. ഇതിൽ 1-2 കാര്യങ്ങൾ ആദ്യം പറഞ്ഞോട്ടെ. ഇവിടെ ശാസ്ത്രം എന്ന് പറഞ്ഞാൽ ഞാൻ ഉദ്ദേശിക്കുന്നത് സയൻസ് ആണ്. കാരണം പലപ്പോഴും ശാസ്ത്രം എന്നുള്ളത് ഇന്ത്യയിൽ പല കാര്യങ്ങൾക്കും ശാസ്ത്രം പറയാറുണ്ട്. അതല്ല, സയൻസാണ് ഇവിടെ ഉദ്ദേശിച്ചത്. അത് ശരിയായൊരു തർജ്ജമയാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. ഞങ്ങളൊക്കെ പലപ്പോഴും പാപ്പുട്ടി മാഷ് ഇവിടെ ഇരിക്കുന്നുണ്ട്, ഞങ്ങൾ തർക്കിക്കാറുണ്ട് അതിനെപ്പറ്റി. പക്ഷെ ഞങ്ങളെല്ലാം ശാസ്ത്ര സാഹിത്യ പരിഷത്തുകാരായതുകൊണ്ട് ആ വാക്കങ്ങ് പൂർണ്ണമായിട്ട് തള്ളിക്കളയാൻ പറ്റില്ല. അന്നും ഇന്നും എന്ന് പറഞ്ഞാൽ കുറച്ച് പഴയ കാര്യങ്ങൾ പറയും, പിന്നെ അവസാനം ഒറ്റ സ്ലൈഡ് മാത്രമേ ഉള്ളൂ. നാളെ എന്താണെന്നുള്ളത് കൃത്യമായിട്ടൊന്നും അറിയില്ല. അപ്പം അതിനെ പറ്റിയുള്ളൊരു സൂചനയ്ക്ക് ഒരു സ്ലൈഡ് മാത്രമേ നാളെ ഉള്ളൂ. പിന്നെ ഇന്നത്തെ അവസ്ഥയെപ്പറ്റി. ഇന്നത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, സയൻസ് ഇൻ ഇന്ത്യ ഒരു മിക്സാണ്. കുറേ പഴയ കാര്യങ്ങളും കുറേ വരാൻ പോകുന്ന കാര്യങ്ങളും എല്ലാം കൂടെ മിക്സ് ചെയ്തൊരു സാധനമാണ് ഇന്നുള്ള അവസ്ഥ. നമ്മളിവിടെ വരുന്നതിന് മുമ്പ് തന്നെ കേട്ട ഒരു ന്യൂസ് ഉണ്ട്, കഴിഞ്ഞ 2 ദിവസമായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു ന്യൂസ്. ഒരു മനുഷ്യൻ സമാധി ആവാൻ വേണ്ടി പോയി ഒരുങ്ങി റെഡിയായി. അതിന് ചുറ്റും ഒരു കഥയാണ്. അത് എന്താണ് സത്യം എന്ന് നമുക്കറിയില്ല. ആ കഥ പ്രകാരം ഇയാൾ സമാധി ആവാനെല്ലാം റെഡിയായി പോയി, ചുറ്റും മകൻ കല്ലറ പണിതാക്കുന്നു. പക്ഷെ ഈ സമാധിക്ക് മുമ്പ് കൃത്യമായി BP-ക്കും ഷുഗറിനുമുള്ള മരുന്ന് കഴിച്ചിട്ടാണ് പോകുന്നത്. അപ്പം ആ ആധുനികതയുണ്ട് മറ്റേ പഴയ കാര്യം കൂടെ മിക്സ് ചെയ്തുകൊണ്ടുള്ളൊരു പരുവത്തിലാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ചിത്രം ഞാൻ സ്റ്റുഡൻസിൻ്റെ അടുത്തൊക്കെയുള്ള ക്ലാസ്സുകൾ എടുക്കുമ്പോൾ കാണിക്കാറുള്ളൊരു ചിത്രമാണ്. ഇത് ഇന്ത്യയിലെ സയൻസിൻ്റെ ഒരു വലിയ നേട്ടം ഈ ചിത്രത്തിൽ കാണിച്ചിട്ടുണ്ട്. എന്താണ് ഈ ചിത്രം കാണിക്കുന്നത്? ഇന്ത്യയുടെ സയൻസിൻ്റെ എന്ത് നേട്ടമാണ് കാണിക്കുന്നത് ചോദിക്കുമ്പോൾ പല ഉത്തരങ്ങളും കിട്ടും. നമ്മുടെ പ്രധാനമന്ത്രിയോട് ചോദിച്ചാൽ ഒരു പക്ഷേ, അതുപോലെ പലരോടും ചോദിച്ചാൽ പറയും, ഇത് ഇന്ത്യയിൽ പ്ലാസ്റ്റിക് സർജറി പണ്ടേ ഉണ്ടായിരുന്നു എന്നുള്ളതിൻ്റെ ഇതാണ്. ഗണേശൻ്റെ തല പ്ലാസ്റ്റിക് സർജറി വെച്ചതാണ്. എനിക്കതിൽ സത്യത്തിൽ അതിലുള്ള ഒരു അതിശയോക്തിയായിട്ട് പറയുന്നതിനോട് പ്രശ്നമൊന്നുമില്ല. അതിശയോക്തികൾ പലതും പറയുമല്ലോ. പക്ഷേ ഇതിലുള്ള പ്രശ്നം, അങ്ങനെ പറയുമ്പോഴുള്ള പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ, യഥാർത്ഥത്തിൽ പ്ലാസ്റ്റിക് സർജറി ഉണ്ടായ നാട് ഇന്ത്യയാണെന്നുള്ളതാണ്. ഇന്ത്യയാണ് യഥാർത്ഥത്തിൽ പ്ലാസ്റ്റിക് സർജറി ഉണ്ടായിട്ടുള്ള സ്ഥലം. അത് നമുക്കറിയില്ല എന്നുള്ളതാണ്. മിക്കവർക്കും അതറിയില്ല.
പക്ഷേ പ്ലാസ്റ്റിക് സർജറി, ഗണേശൻ്റെ തല, പുഷ്പവിമാനം, ഇങ്ങനെയുള്ള പഴയ കാര്യങ്ങളും പറയുമ്പോഴും ഇവിടെ വി ഹാഡ് എൻ ഏൻഷ്യൻറ്റ് സയൻസ്, അതിൻ്റെ റിച്ച്നെസ് എന്തായിരുന്നു എന്നുള്ളതിനെ പറ്റി യാതൊരു ധാരണയുമില്ലാത്ത അവസ്ഥ. ശുശ്രുത സംഹിതയിൽ അന്ന് പണ്ടുള്ള വലിയൊരു പണിഷ്മെൻ്റ് ആയിരുന്നു, പ്രത്യേകിച്ചും അഡൾട്ടറിക്കുള്ള വലിയ പണിഷ്മെൻ്റാണ് മൂക്ക് ചെത്തിക്കളയുന്നത്. അതുപോലെ വേറെ പല കാര്യങ്ങൾക്ക് മൂക്ക് ചെത്തിക്കളയും. ആ മൂക്ക് തിരിച്ചു വെക്കാനുള്ള സർജറി, പ്ലാസ്റ്റിക് സർജറി, ഇന്നത്തെ അവസ്ഥയിൽ പോലും ഒരു അഡ്വാൻസ് പ്ലാസ്റ്റിക് സർജറി, ഫ്ലാപ്പ് എന്ന് പറഞ്ഞാൽ അത് ഇവിടുന്ന് എടുത്ത് ഇങ്ങോട്ട് ഒരു ഫ്ലാപ്പ് വെക്കുന്ന അതുവരെ ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. ഇത് ഒരു 17th സെഞ്ച്വറിയിലുള്ള ഒരു ജേണൽ ആർട്ടിക്കിളിൽ ബ്രിട്ടീഷുകാർ വന്ന് തിരിച്ച് കണ്ടുപിടിച്ചിട്ടാണ് പറഞ്ഞു ഇവർക്ക് പ്ലാസ്റ്റിക് സർജറി ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം വീണ്ടും നമ്മൾ കണ്ടെത്തുന്ന അവസ്ഥ. ഈ ചിത്രത്തിൻ്റെ ഇതിലോട്ട് പോയി കഴിഞ്ഞാൽ ഇത് എന്താണ് ഇന്ത്യയുടെ ഇതിലുള്ള എന്ന് പറഞ്ഞാൽ ഇങ്കാണ്, എഴുത്ത്. അപ്പോൾ ഇന്ത്യ ഇങ്ക് എന്ന് പറയുന്ന എഴുത്തിനുള്ള മഷി അത് ശരിക്കും കണ്ടുപിടിച്ചത് പ്രോബബ്ലി ചൈനയിലായിരിക്കും. പക്ഷേ ഒരു 4th സെഞ്ച്വറി തൊട്ടെങ്കിലും ഇന്ത്യയിൽ റെഗുലറായിട്ട് എത്രയോ കാലം നിലനിൽക്കുന്ന രീതിയിൽ പലതരം മാനുസ്ക്രിപ്റ്റ്സ് എഴുതാനൊക്കെ ഉപയോഗിച്ചിരുന്ന ആ ഇങ്ക് ഇന്ത്യയിൽ നിന്നാണ് പല സ്ഥലത്തേക്കും കൊണ്ടുപോയിരുന്നത് പോലും. അത് ഇവിടുത്തെ വലിയൊരു അച്ചീവ്മെൻ്റായിട്ട് തന്നെ നമ്മൾ കാണേണ്ടതാണ്. പലപ്പോഴും നമുക്ക് പണ്ടത്തെ ഇന്ത്യയുടെ അച്ചീവ്മെൻറ്റ്സിനെ പറ്റി പറഞ്ഞു തരാൻ പോലും ബ്രിട്ടീഷുകാർ വന്ന് പറയേണ്ട ഒരവസ്ഥ എങ്ങനെ ഉണ്ടായി എന്നുള്ളത് ആലോചിക്കണം. എന്നാൽ നമ്മുടെ റിയൽ അച്ചീവ്മെൻറ്റ്സ് ഉള്ള കാര്യങ്ങളൊക്കെ തമസ്കരിക്കപ്പെടുകയും അതൊക്കെ മറന്നു പോവുകയും പിന്നെ വന്നിട്ട് എൽ ബഷാമിൻ്റെ പോലെയുള്ള ആൾക്കാർ 1954 ഉള്ള ബുക്കാണിത്, എൽ ബഷാമിൻ്റെ ദ വണ്ടർ ദാറ്റ് വാസ് ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഭയങ്കര രസമായിട്ട് വായിക്കാൻ പറ്റുന്ന ഒരു പുസ്തകമാണ്, വളരെ സിമ്പിളായിട്ട്. അതിൽ വിവരിക്കുന്നുണ്ട് എന്തൊക്കെയാണ് പഴയ ഏൻഷ്യൻ്റ് ഇന്ത്യയുടെ സയൻറ്റിഫിക് അച്ചീവ്മെൻറ്റ്സ് എന്നുള്ളത്. ഈ മഷി തീർച്ചയായിട്ടും റൈറ്റിംഗ്, എഴുത്ത് എന്നെ പറ്റി പറയുമ്പോൾ അതിനു വേണ്ടിയാണ് ഈ മഷി കൂടുതൽ ഉപയോഗിച്ചിരുന്നത്. ഈ സാൻസ്ക്രിറ്റിക് ട്രഡീഷൻ, വേദിക് ട്രഡീഷനിൽ ഒറിജിനലി എഴുത്തുണ്ടായിരുന്നില്ല, ഓറൽ ട്രഡീഷനാണ്. അപ്പോൾ ഓറൽ ട്രഡീഷനിൽ ഈ വായ്മൊഴിയായിട്ട് തലമുറകൾ പകർന്നു കൊടുക്കുന്നതല്ലാതെ ഉള്ള എഴുത്ത് ഒരു 4th സെഞ്ച്വറി BC തൊട്ട് ഇന്ത്യയിലും ശ്രീലങ്കയിലും ഒക്കെ കണ്ടിട്ടുള്ളത് 2 തരം സ്ക്രിപ്റ്റുകളുണ്ട്. ബ്രഹ്മിയും ഖരോഷ്ടി എന്ന് പറഞ്ഞ 2 സ്ക്രിപ്റ്റ്സ് ഉണ്ട്. ആ സ്ക്രിപ്റ്റുകളുടെ ബ്രഹ്മി സ്ക്രിപ്റ്റിൻ്റെയാണ് പല രീതിയിൽ പല വകഭേദങ്ങളായിട്ടാണ് ഇന്ത്യയിലുള്ള മിക്ക സ്ക്രിപ്റ്റ്സും ഇന്ന് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. അതിൽ തന്നെ അശോക ഇൻസ്ക്രിപ്ഷൻസ് ആണ് ആദ്യത്തെ ഒരു എക്സാമ്പിൾ ഓഫ് ബ്രഹ്മി സ്ക്രിപ്റ്റിലുള്ള എഴുത്തുകൾ. മോഹൻജദാരോ പറ്റി കൂടുതൽ പറയേണ്ട ആവശ്യമില്ല അല്ലേ. ഹരപ്പ, മോഹൻജദാരോ വലിയൊരു സംസ്കാരത്തിൻ്റെ, ഇന്ന് നമ്മൾ പണ്ട് വിചാരിച്ചതിനേക്കാൾ വലിയൊരു ഏരിയയിൽ പടർന്നു കിടന്നിരുന്ന ഒരു നാഗരിക, അന്നത്തെ കാലത്തെ ഒരു നാഗരിക സിവിലൈസേഷൻ, സംസ്കാരം നിലനിന്നിരുന്നുവെന്നും അവർക്ക് അന്നത്തെ കാലത്തുള്ള ബാക്കിയുള്ള എല്ലാ പ്രദേശങ്ങളെക്കാളിലും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള തരത്തിലുള്ള എൻജിനീയറിങ് ടെക്നോളജികളും കൃത്യമായിട്ടുള്ള നഗരം, ടൗൺ പ്ലാനിങ് അടക്കമുള്ള സംഗതികൾ അറിഞ്ഞിരുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു നഗരം പണിയണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ വേറെ ഒരുപാട് അറിവുകൾ വേണം. അതില്ലാതെ ഇത് വെറുതെ തട്ടിക്കൂട്ടി ഉണ്ടാക്കാൻ പറ്റില്ല. അതിൻ്റെ പിന്നിൽ കണക്കുകൾ കൂട്ടാനുള്ള അറിവ് വേണം, മാത്തമാറ്റിക്സ് വേണം. ഇങ്ങനെയുള്ള കുറേ അറിവുകൾ ഉണ്ടെങ്കിൽ മാത്രമേ ഇത് ചെയ്യാൻ വേണ്ടി കഴിയുള്ളൂ. ഇഷ്ടിക പോലെയുള്ള മെറ്റീരിയൽസ് ഉണ്ടാക്കാൻ വേണ്ടി കഴിയണം, ഇത് പ്ലാൻ ചെയ്യാൻ കഴിയണം. ഇങ്ങനെയുള്ള കഴിവുകൾ ഉള്ള ഒരു ജനത ഇവിടെ ഉണ്ടായിരുന്നു. അവർ ട്രേഡ് ചെയ്തിരുന്നു, കപ്പലുകളിൽ പോയി മറ്റുള്ള പ്രദേശത്തു നിന്നുള്ള ട്രേഡ് ചെയ്തിരുന്നു. ഇന്ന് വേറെയും തെളിവുകൾ നമുക്ക് കിട്ടുന്നുണ്ട്. ഉദാഹരണത്തിന് ഏതാണ്ട് ഹരപ്പൻ സംസ്കാരം ഇവിടെ ഉണ്ടായിരുന്ന കാലത്ത് സമാനമായ സമയത്ത് ഉള്ള ഈ പപ്പുവ ന്യൂഗിനി തൊട്ട് ഓസ്ട്രേലിയ വരെയുള്ള പ്രദേശത്തുള്ള വൈൽഡായിട്ടുള്ള ഡോഗ്സ് അവിടെയുള്ള അവിടെ ഒറിജിനലി നായ്ക്കളില്ല. ആ നായ്ക്കളൊക്കെ വന്ന് പിന്നെ വൈൽഡ് ആയവയാണ്. അവയുടെ ജനറ്റിക്സ് പഠിച്ചു നോക്കി, ജിനോമിക് പഠിച്ചു നോക്കിയപ്പോൾ ഇത് ഇന്ത്യൻ നായ്ക്കളുമായിട്ടാണ് അതിനുള്ള ജനറ്റിക് സിമിലാരിറ്റി.
അപ്പോൾ മിക്കവാറും അവിടെ നിന്ന് കപ്പലിൽ വന്ന ആൾക്കാരെ കൂടെ കൊണ്ടുവന്നിരുന്ന നായ്ക്കളായിരിക്കണം ഇത് എന്നാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇവർ അത്തരത്തിലുള്ള വ്യാപാരവും ഒക്കെ തന്നെ ചെയ്തിരുന്നു എന്നുള്ളത് നമുക്കറിയാം. ഹരപ്പൻ സ്ക്രിപ്റ്റ് ഇന്നും ഡിസൈഫർ ചെയ്യപ്പെട്ടിട്ടില്ല. പലതരം വാദങ്ങൾ അതിനെ പറ്റിയുണ്ട്. അതിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. അത് ശരിക്കുള്ളൊരു ഒരു 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 ഭാഷ തന്നെയാണോ അതോ വെറും സിമ്പിൾസും മാത്രമാണോ? ഇന്നിപ്പോൾ കൂടുതൽ പേര് പറയുന്നത് അത് ശരിക്കുള്ള ഭാഷയുടെ സ്ക്രിപ്റ്റ് തന്നെയാണെന്നുള്ളതാണ്. അതിന് പുതിയ ഒരുപാട് ഇൻ്റർപ്രിട്ടേഷൻസ് വരുന്ന അതിലേക്കൊന്നും പോകുന്നില്ല. ഏതായാലും ഈ ഹരപ്പൻ സിവിലൈസേഷനെ പറ്റി നമുക്കിന്ന് വേറെ ഒരുപാട് വിവരങ്ങൾ കിട്ടിയിട്ടുണ്ട്. ഇത് രാഖി ഗർഹി എന്ന് പറഞ്ഞ ഒരു പ്രദേശം, ഇന്നത്തെ ഹരിയാനയിലുള്ള രാഖി ഗർഹിയിൽ അവർ ഒരു സ്കെലിട്ടൺ ബെറിയൽ സൈറ്റിൽ നിന്ന് ഒരു അസ്ഥികൂടം എടുത്തിട്ട് അതിൽ നിന്ന് DNA വേർതിരിച്ചെടുത്ത് ആ ഏൻഷ്യൻ DNA കംപ്ലീറ്റ് ആയിട്ട് സീക്വൻസ് ചെയ്ത് നോക്കി. ഈ ഏൻഷ്യൻ DNA സീക്വൻസ് ചെയ്ത് നോക്കിയാൽ ഇന്നുള്ള ഇന്ത്യക്കാരുടെയും ഒക്കെ DNA-യുമായുള്ള താരതമ്യങ്ങളും ഇതുമൊക്കെ തന്നെ സാധ്യമാവും. ഒരുപാട് സ്റ്റഡീസ് നമുക്ക് ചെയ്യാൻ വേണ്ടി കഴിയും. അതുപോലെയുള്ള മറ്റ് ബെറിയൽ സൈറ്റ്സ് നിന്നൊക്കെ DNA എടുത്ത് പരിശോധിച്ച് നോക്കി. ഇപ്പോൾ മൊറലസ് കൂടുതൽ പേരും അംഗീകരിക്കുന്ന ഒരു തിയറിയിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. അതായത് ഏതാണ്ട് 60,000 വർഷം മുമ്പ് ആഫ്രിക്കയിൽ നിന്നുള്ള ഒരു കൂട്ടർ ഇന്ത്യയിൽ വരുന്ന 60,000-ഓളം വർഷം മുമ്പ്, അത് ആ ചുവന്ന ലൈന് അവരിങ്ങനെ അതിലൂടെ നടന്ന് പെട്ടെന്നല്ല വർഷങ്ങളോളം എടുത്ത് ഇങ്ങനെ അവിടെ എത്തിപ്പെട്ട മനുഷ്യർ. അതുപോലെ ഇറാനിയൻ പ്രദേശത്തുള്ള കർഷകരായിട്ടുള്ള മനുഷ്യർ, ഇറാനിയൻ ഫാമേഴ്സ്, ആ ഒരു ഗ്രൂപ്പിൽ നിന്ന് കുറേ പേര് വന്നിട്ട് അതും പിന്നീട് യമന്യ കൾച്ചർ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ്, സെൻട്രൽ ഏഷ്യൻ യൂറേഷ്യൻ ഏരിയയിൽ നിന്നുള്ളൊരു ഗ്രൂപ്പ് ഇവിടെ വന്നിട്ടുള്ള. അതിൽ മൂന്നാമത്തെ ഗ്രൂപ്പ് അല്ലാതെ ആദ്യത്തെ 2 ഗ്രൂപ്പും തമ്മിലുള്ള മിക്സ്ചറാണ് ഇന്നുള്ള ഈ ഇൻഡസ് വാലി സിവിലൈസേഷൻ ഉണ്ടായിരുന്ന ആൾക്കാർ എന്നാണ് പറയുന്നത്. ആ കൂട്ടർ തന്നെ ആയിരിക്കണം മിക്കവാറും പിന്നീട് തെക്കോട്ട് വന്ന് തെക്കുള്ള പല പ്രദേശങ്ങളിലും ഉള്ള പല സംസ്കാരങ്ങൾക്കും രൂപം നൽകിയത് എന്നുള്ളൊരു തിയറി കൂടുതൽ ബലപ്പെട്ട് വരുന്നുണ്ട്. അതൊക്കെ ഭാവിയിലാണ് കൂടുതൽ തെളിഞ്ഞ് വരേണ്ട കാര്യങ്ങളാണ്. ഇൻഡസ് വാലിയിൽ പോലും അവിടെ തന്നെ ഇരുമ്പൊഴിച്ച് മറ്റുള്ള എല്ലാ ലോഹങ്ങളും ലഭ്യമായിരുന്നു. സ്വർണം, വെള്ളി, ഓഫ് കോഴ്സ് ബ്രോൺസ്, ഇങ്ങനെയുള്ള പല ലോഹങ്ങളുണ്ടായിരുന്നു. ആ ലോഹങ്ങൾ വെച്ച് പല വസ്തുക്കളും ഉൽപ്പാദിപ്പിക്കുന്നു. അതൊക്കെ തന്നെ അവിടുന്ന് കിട്ടിയിട്ടുണ്ട്. ഇതിന് പുറമെ തന്നെ പിന്നീടാണ് ആദ്യത്തെ വേദിക് ആര്യൻ എന്ന് പറയുന്ന വേദിക, അവരാണ് ഞാൻ അവസാനം പറഞ്ഞ കൂട്ടർ. അവർക്കും ആ വേദങ്ങളും കുതിരയും തേരുകളും ഒക്കെ ആയി വന്നിട്ടുള്ള ആ ഒരു ഗ്രൂപ്പ്, അവർക്കും ഇരുമ്പുണ്ടായിരുന്നില്ല. ഇരുമ്പ് അത് കഴിഞ്ഞിട്ടുള്ളൊരു ഘട്ടത്തിലാണ് ഇരുമ്പ് ഇവിടെ ഉപയോഗം തുടങ്ങിക്കഴിഞ്ഞത്. ആ മെറ്റലർജി വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മെറ്റലർജിക്കൽ ടെക്നീക്സ്, നമ്മൾ കുത്തബ് മിനാറിൻ്റെ അടുത്ത് അറിയാം അല്ലെ, ഗുപ്ത പില്ലർ എന്ന് പറഞ്ഞാൽ അത് മിക്കവരും പോയി കാണും. അവിടെ അത് പോയി നോക്കിക്കഴിഞ്ഞാൽ അത് ഇത്രയും വെതർ ചേഞ്ചസും വന്ന് ഇത്രയും വർഷം കൊണ്ട്, ഇത് ഏതാണ്ട് 2nd or 3rd or 4th century AD ആയിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. അത് ഇപ്പോഴും ഒരു പ്രശ്നവുമില്ലാതെ നിലനിൽക്കുന്ന, അപ്പോൾ വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മെറ്റലർജി. ഇന്ത്യയിൽ നിന്നുള്ള ഇരുമ്പ്, ഇവിടെ ഉണ്ടാക്കുന്ന ഇരുമ്പ് വെച്ചുള്ള സ്വോർഡ്സും അങ്ങനെയുള്ള ആയുധങ്ങളും ഒക്കെ വളരെ വിലപ്പെട്ട അതായി വിലമതിക്കുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. നമ്മുടെ ആർക്കിടെക്ചറിനെ പറ്റിയും ഒന്നും തന്നെ കൂടുതൽ പറയേണ്ട ആവശ്യമില്ല. അതുപോലെ പെയിൻറ്റിങ്ങുകൾ അജന്തയിലും എല്ലോറയിലും ഒക്കെ പോയി കഴിഞ്ഞാൽ ഇന്നും അതൊക്കെ അത് നിലനിൽക്കുന്നു എന്നല്ല. നമ്മുടെ ഒരു ഫോട്ടോഗ്രാഫ് ആൽബം എടുത്തു കഴിഞ്ഞാൽ പോലും കുറച്ച് വർഷം കഴിഞ്ഞ് നോക്കുമ്പോൾ അതെല്ലാം പോയിട്ടുണ്ടാവും. ഇപ്പോഴും ആ 2000 വർഷം മുമ്പുള്ളത് ഇന്നും അത് കളറുകൾ നിലനിൽക്കുക എന്ന് പറഞ്ഞാൽ ആ പിഗ്മെൻറ്റ് ഉണ്ടാക്കാനും അതുവഴി ഇതുണ്ടാക്കാനുള്ള ടെക്നോളജികൾ വളരെ മികച്ചതായിരുന്നു എന്നുള്ളത് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. ഇന്ത്യൻ ആർക്കിടെക്ചറിനെ പറ്റി ഞാൻ കൂടുതൽ പറയേണ്ട കാര്യമൊന്നും തന്നെ ഇല്ല. താജ്മഹൽ വരെ എത്തിയിട്ടുള്ള ആ ഒരു പല കൾച്ചറിൽ നിന്നുള്ള ഇൻപുട്ടുകളോടെ ഉണ്ടായി വന്നിട്ടുള്ള ആർക്കിടെക്ചർ. ടെക്സ്റ്റൈൽസ്, പലതരത്തിലുള്ള വളരെ ഫൈനായിട്ടുള്ള ടെക്സ്റ്റൈൽസ്. മേരി അന്റോയിനറ്റിൻ്റെ ചിത്രമാണത്. ഫ്രഞ്ച് രാജ്ഞിയായിരുന്ന മേരി അന്റോയിനറ്റ്
ഈ വസ്ത്രം ഉടുത്തതിന് ഭയങ്കര കംപ്ലൈൻ്റ് ഉണ്ടായി. അവർ അൺപേട്രിയോട്ടിക് ആണ് ഇത് ഉടുത്തത്. കാരണം ഇത് ഇന്ത്യയിൽ നിന്നുള്ള വസ്ത്രമാണ്. ഇന്ത്യ ആയതുകൊണ്ടല്ല, അന്ന് ബ്രിട്ടീഷുകാരുടെ കീഴിലുള്ള ഇന്ത്യയാണ്. അപ്പോൾ ബ്രിട്ടീഷുകാരോടാണ് ദേഷ്യം, ഇന്ത്യക്കാരോടല്ല അവർക്ക് ദേഷ്യം. അപ്പോൾ ബ്രിട്ടീഷ് ഇന്ത്യയുടെ അന്ന് വന്നിട്ടുള്ള വസ്ത്രം വളരെ ഫൈനായിട്ടുള്ള മസ്ലിൻ ഉടുക്കുന്ന, അപ്പോൾ വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നോളജി, ടെക്സ്റ്റൈൽസ് മാത്രമല്ല, ടെക്സ്റ്റൈൽസിൻ്റെ കളറിങ് ടെക്നോളജികൾ, പല കളേഴ്സും, ഏറ്റവും ഫൈനസ്റ്റ് കളേഴ്സ് റോമക്കാരടക്കമുള്ളവർ കൊണ്ടുവന്ന് തേടി കൊണ്ടുപോകാൻ വേണ്ടി ഇവിടെ വന്നിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. പലതരത്തിലുള്ള ആയുധ കലയിലുള്ള ഇത്, ഈ റോക്കറ്റ്സും മിസൈൽസും അടക്കമുള്ള സംഗതി, ഇത് ടിപ്പു സുൽത്താൻ്റെ ഒരാണ് ഏറ്റവും ഈ ഇരുമ്പിൻ്റെ കേസിനകത്ത് വെച്ചുകൊണ്ട് മിസൈൽസ് ഉണ്ടാക്കുന്ന ടിപ്പുവിൻ്റെ ആർമിയാണ് ആദ്യം ഇത് ചെയ്തിരുന്നത്. അത് ഓഫ് കോഴ്സ് കുറച്ച് കാലം കഴിഞ്ഞിട്ടാണ്, ഞാൻ ഏൻഷ്യൻ്റ് എന്ന് പറയുന്നതിൻ്റെ കൂട്ടത്തിൽ പറയാൻ പറ്റുന്ന സംഗതിയല്ല. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരുപാട് അഡ്വാൻസസ് നമുക്കുണ്ട്. ഈ അഡ്വാൻസസ് എല്ലാം നമ്മൾ കാണുന്നത് എന്താ, പലതരം ടെക്നോളജികളായിട്ടാണ് കാണുന്നത്. തുണിത്തരങ്ങൾ, ഇങ്ങനെയുള്ള ടെക്സ്റ്റൈൽസ്, ഇങ്ങനെയുള്ള ബിൽഡിംഗ് ടെക്നോളജി, ഇങ്ങനെയുള്ള ഈ അഡ്വാൻസ് ടെക്നോളജി കൊടുക്കണമെന്നുണ്ടെങ്കിൽ അതിന് പിന്നിൽ ഒരുപാട് വിവരങ്ങൾ വേണം. അത് സയൻസാണ്. സോ സയൻസ് ഇസ് ഓൾവേസ് ദെയർ ബിഹൈൻഡ് ദി ടെക്നോളജീസ്. അറിവുകൾ, സയൻസ് നൽകുന്ന അറിവുകൾ വേണം അത്. അപ്പോൾ ഉദാഹരണം, സയൻസും ടെക്നോളജിയും തമ്മിലുള്ള വിവരം ഡിസ്റ്റിങ്ഷന് ഞാൻ എപ്പോഴും ഉപയോഗിക്കുന്ന ഒരു ഉദാഹരണമാണ് ആൽബർട്ട് ഐൻസ്റ്റീനും എഡ്വേർഡ് ടെല്ലറും. ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ കണ്ടുപിടുത്തങ്ങളും തിയറിയും ഉപയോഗിച്ചുകൊണ്ടാണ് ടെല്ലർ ബോംബ് ഉണ്ടാക്കുന്നത്. ഞങ്ങളത് വേറെ അർത്ഥത്തിലും ഇത് ഉപയോഗിക്കാറുണ്ട്. കാരണം സയൻറ്റിഫിക് നോളജ് ക്യാൻ ബി യൂസ്ഡ് ഇൻ ഡിഫറെൻറ്റ് വേസ് എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണമായിട്ട് കൂടെ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു എക്സാമ്പിളാണ്. അപ്പോൾ എന്തായിരുന്നു ഇന്ത്യയുടെ സയൻറ്റിഫിക് അഡ്വാൻസ്മെൻറ്റ്? പൂജ്യം എന്നല്ല കേട്ടോ. ഇന്ത്യയുടെ സയൻറ്റിഫിക് സീറോ എന്നുള്ള അർത്ഥത്തിലല്ല. സീറോ ഒരു ഭയങ്കരമായിട്ടുള്ളൊരു അഡ്വാൻസ്മെൻ്റ് ആണെന്നുള്ളതാണ്. വലിയൊരു അഡ്വാൻസാണ്. നമുക്ക് റോമൻ ന്യൂമറൽസ് അറിയാമല്ലോ എല്ലാവർക്കും. ആ റോമൻ ന്യൂമറൽസിൽ വലിയൊരു ഒരു സംഖ്യ എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ എഴുതുക? അത് എഴുതാൻ ഒരിക്കലും സാധിക്കില്ല. ഈ അക്കങ്ങളൊക്കെ ചുരുക്കി എഴുതാൻ പറ്റുന്നത് തന്നെ ഈ ഓരോ സ്ഥലത്തും ആ പ്ലേസ് ഹോൾഡറിൻ്റെ അവിടെ ആ വാല്യൂവിന് സീറോ പ്ലേസ് ഹോൾഡർ അല്ലേ പപ്പട്ടി? പക്ഷേ എനിക്ക് ഇവരൊക്കെ ഇരിക്കുമ്പോൾ ഈ മേഖലയിലൊക്കെ വലുതായി പറയാൻ ഇത്തിരി പേടിയാണ്. ഇവരൊക്കെയാണ് പക്ഷെ പഠിപ്പിച്ചു തന്നത് നമുക്ക്. ഈ പ്ലേസ് ഹോൾഡർ രൂപത്തിൽ സീറോ ഉപയോഗിക്കുന്ന സ്ഥിതി പലതരത്തിലുള്ള മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻസിനും ഒക്കെ തന്നെ പിന്നീട് സഹായകമായത് ഈ സീറോൻ്റെ ഉപയോഗമാണ്. അത് നമുക്ക് കൃത്യമായിട്ട് അറിയാം. ബ്രഹ്മഗുപ്തൻ 6-ാം നൂറ്റാണ്ടിൽ കൃത്യമായിട്ട് സീറോ പ്ലേസ് ഹോൾഡറായിട്ട് ഉപയോഗിച്ചതിൻ്റെ ഇത് എഴുതി വെച്ചത് തന്നെ ഉണ്ട്. ആര്യഭടൻ സീറോ എന്ന് പറഞ്ഞിട്ടില്ലെങ്കിലും ആര്യഭടൻ ആ കൺസെപ്റ്റ് ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ത്യയിൽ നിന്നാണ് ഈ പൂജ്യത്തിനെ എക്സ്പോർട്ട് ചെയ്ത് കൊണ്ടുപോയത്. അറബ്സാണ് അത് മറ്റു രാജ്യങ്ങളിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ വളരെ വലിയൊരു ഇൻ്റലക്ച്വൽ കോൺട്രിബ്യൂഷൻ എന്നുള്ള നിലക്ക് നമ്മൾ മാത്തമാറ്റിക്സിലും അസ്ട്രോണമിയിലും ഒക്കെ തന്നെ ഇന്ത്യയിൽ നിന്നുണ്ടായിട്ടുണ്ട്. ആര്യഭടീയ ബ്രഹ്മ സ്ഫുട സിദ്ധാന്തം ബ്രഹ്മഗുപ്തൻ്റെ, പിന്നീട് വന്നിട്ടുള്ള ലീലാവതി പോലെയുള്ള അതുവരെയുള്ള ആ ഒരു കാലഘട്ടം വരെയുള്ള ഒരു കാലഘട്ടത്തിൽ ഇത്തരം ഒരുപാട് സയൻറ്റിഫിക് അഡ്വാൻസ്മെൻ്റ് ഉണ്ടായിട്ടുള്ള കാലമാണ്. ബ്രഹ്മഗുപ്തൻ്റെ കാര്യം പറയുമ്പോൾ പറയേണ്ട ഒരു സംഗതി, അൽ ബറൂണി എന്ന് പറഞ്ഞ ഒരു വിദേശി മിഡിൽ ഈസ്റ്റിൽ നിന്ന് ഇവിടെ വന്ന് ഇന്ത്യ മുഴുവൻ പര്യടനം ചെയ്ത് അതിനെപ്പറ്റി ആ അനുഭവങ്ങൾ മുഴുവൻ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അൽ ബറൂണി എഴുതിയെന്നുള്ളൊരു പാരഗ്രാഫാണ് ഈ ഞാൻ എഴുതിയിരിക്കുന്നത്. മലയാളത്തിലാക്കി എഴുതിയതാണ്. നമുക്ക് ബ്രഹ്മഗുപ്തനോട് വഴക്കിടണ്ട, പക്ഷെ പതുക്കെ അദ്ദേഹത്തിൻ്റെ ചെവിയിൽ പറയാം, എന്തുകൊണ്ടാണ് അങ്ങ് ആര്യഭടനെ തള്ളിപ്പറഞ്ഞതിന് ശേഷം ആര്യഭടൻ ചെയ്തതുപോലെ സൂര്യഗ്രഹണം വിശദീകരിക്കാൻ ചന്ദ്രൻ്റെ വ്യാസവും ചന്ദ്രഗ്രഹണം വിശദീകരിക്കാൻ ഭൂമിയുടെ വ്യാസവും ഉപയോഗിക്കുന്നത് എന്ന് ചോദിക്കുന്നത്. അപ്പോൾ ഇൻ അതർ വേർഡ്സ് ബ്രഹ്മഗുപ്തൻ ചെയ്തത്, ഞങ്ങൾ
ഇങ്ങനെയൊക്കെയാണ് ചന്ദ്രഗ്രഹണം ഉണ്ടാകുന്നത്, ഇങ്ങനെയാണ് സൂര്യഗ്രഹണം ഉണ്ടാകുന്നത്, ഇങ്ങനെയാണ്. പക്ഷേ എന്ന് ആര്യഭടനും കൂട്ടരൊക്കെ പറയണം. പക്ഷെ ഇത് മുഴുവൻ തെറ്റായിരിക്കും. കാരണം അങ്ങനെയാണെങ്കിൽ ആ ദിവസം ഫാസ്റ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നും വരുന്നില്ലല്ലോ. അതുകൊണ്ട് ഈ പറഞ്ഞൊക്കെ തെറ്റായിരിക്കും എന്നുള്ളത്. ഇത് ശരിക്കും കളിയാക്കലാണോ സീരിയസ് ആണോ എന്ന് പോലും നമുക്ക് സംശയിക്കേണ്ട ഒരു സ്ഥിതി വരുന്നു. അപ്പോൾ അൽബറൂണി സൂചിപ്പിക്കുന്നു എന്താന്ന് പറഞ്ഞാൽ പറയിപ്പിക്കുകയാണെന്നുള്ളതാണ്. ഇത് മുഴുവൻ അറിയുന്ന ആൾക്കാരെ മറിച്ച് പറയിപ്പിക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഇവിടെ ഉണ്ടായിരുന്നു. ഇത് നമുക്ക് ദൂരെയൊന്നും പോകണ്ട. യൂറോപ്പിലും ഇതേ സംഭവം നടന്നിട്ടുണ്ട് അല്ലേ? ഗലീലിയോനെ കൊണ്ട് റിക്കാൻഡ് ചെയ്യിക്കുന്ന കഥ ഒക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം. തെറ്റായി മതത്തിന് തെറ്റായിട്ട് വിരുദ്ധമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ പിന്നെ അധികം ചോദ്യമൊന്നുമില്ല. നേരെ സ്റ്റേക്സിൽ കൊണ്ടുപോവുക, തീ കൊളുത്തി കത്തിച്ച് കളയാന്നുള്ള ഒരു സ്ഥിതി വരെ ഉണ്ടായിരുന്ന കാലമുണ്ട്. അപ്പം സമാനമായ രീതിയിൽ ഇതൊക്കെ അടിച്ചമർത്തുന്ന ഒരവസ്ഥ ഇന്ത്യയിലും ഉണ്ടായിരുന്നു എന്നുള്ളതിൻ്റെ തെളിവുകളാണിതെല്ലാം. കണക്കിൻ്റെ ഗണിതം പറയുന്ന സമയത്ത് കേരള സ്കൂൾ ഓഫ് മാത്തമാറ്റിക്സ് എന്ന് പറഞ്ഞാൽ ഇന്ന് അതിനെപ്പറ്റി വളരെ കൂടുതലൊന്നും ഇന്നും അറിഞ്ഞുകൂടാ. പക്ഷെ ഇന്ന് പലരും കരുതുന്നത് ഇങ്ങനൊരു സ്കൂൾ ഓഫ് മാത്തമാറ്റിക്സ് കേരളത്തിൽ ഉണ്ടായിരുന്നു എന്ന്. അത് ഏതാണ്ട് മധ്യകാലത്തോട് അടുക്കുന്ന കാലമാണ്. ഏൻഷ്യൻ്റ് എന്ന് പറയാൻ പറ്റില്ല. വൈദ്യശാസ്ത്രത്തിൽ ഏൻഷ്യൻ്റ് ലോകത്തിൽ, പ്രാചീന ലോകത്തിൽ ഗ്രീസിലും ഇന്ത്യയിലും ചൈനയിലുമാണ് പ്രധാന മെഡിക്കൽ കേന്ദ്രങ്ങളായിരുന്നത്. അതിൽ ഇന്ത്യയും ഗ്രീസും ഏതാണ്ട് സമാനമായ രീതിയിലാണ് അതിൻ്റെ ഇതൊക്കെ വന്നിട്ടുള്ളത്. ഒരേ തിയറീസാണുള്ളത്. വാദം പിത്തം കഫം തന്നെയാണ് ഗ്രീക്ക് മെഡിസിനിലും. ഹിപ്പോക്രട്ടസിൻ്റെ ഗ്രീക്ക് മെഡിസിനും വാദം പിത്തം കഫം തന്നെയാണ്. വാദം പിത്തം അവർക്ക് 4 ഹ്യൂമറുണ്ട്, നമുക്ക് 3 ഹ്യൂമറാക്കി ചുരുങ്ങി അവർ ബൈലിനെ, പിത്തത്തിനെ ബ്ലാക്ക് ബൈൽ യെല്ലോ ബൈൽ എന്ന് പറഞ്ഞ് 2 ആക്കി തിരിക്കുന്നു എന്ന് മാത്രം. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിൽ തീർച്ചയായിട്ടും അതിൽ കൊടുക്കൽ വാങ്ങലുകളിൽ ഉണ്ടായിട്ടുണ്ട്. ഒരു എക്സ്ചേഞ്ച് ഓഫ് ഐഡിയാസ്, നോളജൊക്കെ തന്നെ സംഭവിച്ചിട്ടുണ്ട്. പല കാര്യങ്ങളിലും സുശ്രുത സംഹിതയിൽ പറഞ്ഞിട്ടുള്ള സർജറിയൊക്കെ പോലെയുള്ള കാര്യങ്ങൾ കൂട്ടിക്കഴിഞ്ഞാൽ ഇന്ത്യ ഒരു പക്ഷേ അന്നത്തെ ഗ്രീക്ക്, അതായത് ഇന്നത്തെ മോഡേൺ മെഡിസിൻ മുഴുവൻ ഗ്രീക്ക് മെഡിസിനിൽ നിന്ന് വന്നതാണെന്നുള്ളതാണ് ഇപ്പോൾ നമ്മുടെ ചരിത്രം. പക്ഷെ ആ ഗ്രീക്ക് മെഡിസിനേക്കാൾ ഒരുപടി മുന്നിലായിരുന്നു എന്നുള്ളതിന് സംശയമൊന്നുമില്ല ഇന്ത്യൻ മെഡിസിൻ. ആ ഒരു പൊസിഷനിൽ നിന്ന് പക്ഷേ ഗ്രീക്ക് മെഡിസിൻ ഇന്നത്തെ മോഡേൺ മെഡിസിനിൽ, അല്ലെങ്കിൽ യൂറോപ്പ് അതിൽ നിന്ന് ഇന്നത്തെ മോഡേൺ മെഡിസിനിൽ എത്തിയിട്ടുണ്ടെങ്കിൽ ഇന്ത്യയിൽ ഇന്നും പക്ഷെ ഒരു മാറ്റവും ഇല്ലാതെ അതൊക്കെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അതേപടി മാറ്റങ്ങളില്ലാതെ ഫോസിലൈസ്ഡായി നിൽക്കുന്ന ഒരു അവസ്ഥ ആണുള്ളത്. അത് മാത്രമല്ല, ബ്രഹ്മഗുപ്തൻ്റെ പറഞ്ഞ പോലെ തന്നെ ഈ ഇന്ത്യൻ ഫിസിഷ്യൻസ് വളരെ വളരെ കേമമായിരുന്നു എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. പക്ഷെ അതേസമയം സമൂഹത്തിൽ അവരുടെ സ്ഥാനം പലപ്പോഴും പിന്നീട് പടിപടിയായിട്ട് താഴോട്ട് കൊണ്ടുവരികയും അവരെ പൊള്യൂട്ട് ചെയ്ത ആൾക്കാരായി കണക്കാക്കി ദൂരെ നിർത്തേണ്ട ഒരു പൊസിഷനിലേക്ക് പോലും വൈദ്യന്മാരെ എത്തിച്ചു എന്നുള്ള ഒരു സ്ഥിതി വരെ ഉണ്ടായിട്ടുണ്ട്. അത് പല പഴയ ടെക്സ്റ്റുകളും നോക്കിക്കഴിഞ്ഞാൽ അറിയാം. ഈ വൈദ്യന്മാരെ പറ്റി വളരെ മോശമായി പറയുന്ന മനുസ്മൃതി അടക്കമുള്ള ഇതിലൊക്കെ പറയുന്നുണ്ട്. ഒരുപക്ഷെ അതായിരിക്കാം ഇതിന് വേണ്ട രീതിയിൽ പ്രോഗ്രസ് ചെയ്ത് മുന്നോട്ട് വരാൻ കഴിയാത്ത ഒരു അവസ്ഥ ഉണ്ടാക്കാനുള്ള കാരണവും അതായിരുന്നിരിക്കാം. ഇന്ത്യയുടെ ഈ പറയുന്ന വലിയ സംഭവം, ടെക്നോളജി ആയാലും നമ്മുടെ ഭൗതികമായിട്ടുള്ള സയൻസ് ആയാലും ഒക്കെ തന്നെ ഏറ്റവും ഗോൾഡൻ ഏജ് എന്ന് പറയുന്ന ഒരു കാലഘട്ടം ഒരുപക്ഷെ ഒരു 5th century BC മുതൽ 5th century AD വരെയുള്ള 1000 കൊല്ലം ഒരു ഗോൾഡൻ ഏജ്. അത് കഴിഞ്ഞ് പിന്നെയും ഒരു ഗോൾഡൻ ഏജ് ഉണ്ടെങ്കിൽ കുറച്ച് കാലം കൂടെ ആ ഗോൾഡിൻ്റെ കുറച്ച് ബാക്കിയൊക്കെ ഇങ്ങനെ നിൽക്കും. ആ ഒരു 10th century വരെയൊക്കെ ഉള്ളൊരു കാലഘട്ടം, അതാണ് നമ്മുടെ ദാറ്റ് വാസ് അവർ ഗോൾഡൻ ഏജ്. ഈ കാലഘട്ടം തന്നെയാണ് സത്യത്തിൽ ബുദ്ധ ജൈന മതങ്ങൾ ഇവിടെ പ്രബലമായിരുന്ന കാലഘട്ടവും ഇത് തന്നെയായിരുന്നു. അശോകൻ്റെ എംപയർ, മൗര്യ എംപയർ, കനിഷ്കയുടെ കുഷാൻ എംപയർ,
ഹർഷവർദ്ധനൻ, ഏറ്റവും അവസാനം ബംഗാളിലുള്ള പാല എംപയർ അടക്കമുള്ള ഈ കാലഘട്ടത്തിലൊക്കെ തന്നെ വളരെ പ്രാധാന്യം കൊടുത്തിരുന്ന ഒരു സംഗതിയാണ് ഈ അറിവിനെ പകർന്നു കൊടുക്കുക. വിദ്യാഭ്യാസം എന്ന് പറയുന്നത് തന്നെ അതാണ്. നമ്മൾ പറയുന്ന വിദ്യാഭ്യാസം എന്താണ്? അറിവിനെ പകർന്നു കൊടുക്കുക. ആ അറിവിനെ എല്ലാവർക്കും പകർന്നു കൊടുക്കുക. അങ്ങനെയാണ് ഒരു സൊസൈറ്റി മുന്നോട്ട് പോകുന്നത്. ഇന്ത്യയിൽ നിർഭാഗ്യവശാൽ ഒരു ഘട്ടത്തിൽ ഇത് തടയപ്പെട്ട ഒരു അവസ്ഥ, അതെത്രമാത്രം നമ്മൾ ഒരു സ്റ്റേജിൽ ഫ്രോസണായി പോവാൻ കാരണമായിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ ആലോചിക്കേണ്ട ഒരു അവസ്ഥയാണ്. ബുദ്ധമതത്തിൻ്റെ തളർച്ചയ്ക്ക് പല കാരണങ്ങളുണ്ടാവാം, ഒരുപാട് കാരണങ്ങളുണ്ട്. അത് മൾട്ടി ഫാക്ടറുള്ള ഒറ്റ കാര്യം കൊണ്ട് മാത്രമൊന്നുമല്ല. അതിലൊന്ന് ബ്രാഹ്മണ മതത്തിൻ്റെ വകയുള്ള വലിയൊരു അറ്റാക്ക് ഇതിനെതിരെ ഇൻ്റലക്ച്വലായിട്ടും അല്ലാതെയുള്ള രീതിയിലും ഒക്കെയുള്ള ഫിസിക്കലായിട്ടും ഒക്കെ തന്നെ നടന്നു എന്നുള്ളതാണ് ഒന്ന്. പിന്നെ അതല്ലാതെ ഇൻറ്റേർണലായിട്ടുള്ള പ്രശ്നങ്ങൾ, ബുദ്ധ ഭിക്ഷുക്കളുടെ എണ്ണം അങ്ങനെ ഒരുപാടായി അവസാനം കുറേ ബുദ്ധ ഭിക്ഷുക്കളെ കുറച്ച് ആൾക്കാർ മുഴുവൻ അവരുടെ ചെലവ് മുഴുവൻ വഹിക്കേണ്ട അവസ്ഥ. ടിബറ്റിലൊക്കെ അതാണ് സംഭവിച്ചത്. അത്തരത്തിലുള്ള ആൾക്കാർക്ക് തന്നെ മടുക്കും, ഇത് വേണ്ട എന്ന് വിചാരിക്കുന്നു. അങ്ങനെ പല കാരണങ്ങൾ കൊണ്ടായിരിക്കാം. പക്ഷേ ഈ ഒരു കാലഘട്ടത്തിൽ അത് മറിച്ച് ഒരു റിവേഴ്സൽ, ദേവിപ്രസാദ് ചതോപാധ്യായ അതിനെ വിളിക്കുന്നത് കൗണ്ടർ റെവല്യൂഷൻ എന്നാണ്. അദ്ദേഹം പറയുന്നത് ഒരു റെവല്യൂഷൻ ഉണ്ടാക്കിയിരുന്നു ബുദ്ധ മതം, ഈ പ്രത്യേകിച്ചും ബുദ്ധ ജൈന മതങ്ങൾ ഇവിടെ. അതിൽ നിന്നുള്ള തിരിച്ചുപോക്കിനെ കൗണ്ടർ റെവല്യൂഷൻ എന്നാണ് പറയുന്നത്. പല അമ്പലങ്ങളും ഒക്കെ തന്നെ ആരാധനാലയങ്ങളും, ഈവൻ പുരി ജഗന്നാഥ ക്ഷേത്രം വരെ ഒരു ബുദ്ധ ക്ഷേത്രമായിരുന്നു. അത് ചുമ്മാ ആരെങ്കിലും പറയുന്നതല്ല, വിവേകാനന്ദൻ തന്നെ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ആയിരുന്നു എന്നുള്ളത്. ഇന്ത്യൻ തത്വചിന്ത നോക്കിക്കഴിഞ്ഞാൽ അതിൽ രണ്ട് ബ്രോഡ് സ്ട്രീംസ് ഉണ്ട്. ഒന്ന് വൈദിക പാരമ്പര്യത്തിലുള്ള വേദങ്ങളാണ് സുപ്രീം എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പും, വേദങ്ങൾ അല്ല എന്ന് പറഞ്ഞാൽ വേദങ്ങളെ പിന്തുടരാത്ത അതിൽ വരുന്നതാണ് ഈ ശ്രമണ മതങ്ങളിൽ വരുന്നതാണ് ജൈനം, ബുദ്ധം. പിന്നെ നമുക്ക് ഒട്ടും അറിയാത്ത അജീവകർ എന്ന് പറഞ്ഞ കൂട്ടരുണ്ടായിരുന്നു, അജ്ഞാനം എന്ന് പറയുന്ന അജ്ഞാനികൾ എന്ന് പറഞ്ഞ കൂട്ടരുണ്ടായിരുന്നു. പിന്നെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പ് ചാർവാക മതം അല്ലെങ്കിൽ ലോകായത എന്ന് പറഞ്ഞാൽ, അവരെ പറ്റി ഒന്നും അറിയില്ല. കാരണം ഇന്ത്യയിലുള്ളൊരു പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ ഇവരെ പറ്റി ഒന്നും അറിയാൻ ഒന്നും ബാക്കി വെച്ചിട്ടില്ല, എല്ലാം കത്തിച്ചാമ്പലാക്കിയിട്ടുണ്ട്. അത് അവരെന്തെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് കിട്ടില്ല. അത് മുഴുവൻ കത്തിച്ചാമ്പലാക്കിയത് കൊണ്ട് നമുക്ക് ആകെ അറിയുന്നത് അവരെപ്പറ്റി മോശമായിട്ട് പറയുന്ന ആൾക്കാർ പറഞ്ഞത് കേട്ടിട്ട് വേണം. ശങ്കരാചാര്യരൊക്കെ അതിനെ എതിരവെന്തു പറയുന്നു അത് വെച്ച് വേണം ഇങ്ങനെ ഒരു കൂട്ടർ ഉണ്ടായിരുന്നു അല്ലേ എന്ന് പോലും അറിയാൻ. ഒരു ഉദാഹരണം, അജിത കേശകമ്പലി എന്ന് പറഞ്ഞ ഒരു ചാർവാകൻ, അദ്ദേഹത്തിൻ്റെ ഒരു കൊട്ടേഷനാണ്. മനുഷ്യ ശരീരത്തിൽ 4 ഘടകങ്ങളാണുള്ളത്. മരണത്തിന് ശേഷം അവനിലെ മണ്ണ് ഭൂമിയിലേക്കും, നീര് ജലത്തിലേക്കും, താപം അഗ്നിയിലേക്കും, വായു അന്തരീക്ഷത്തിലേക്കും മടങ്ങുന്നു. ചിതയിലേക്ക് മൃതശരീരം ചുമക്കുന്ന 4 പേർ അവിടെ എത്തും വരെ അവർ ഏൽക്കുന്ന 5ാമൻ്റെ സൂക്തങ്ങൾ പാടുന്നു. എന്നാൽ ചിതയിൽ എത്തിയാൽ അവൻ്റെ എല്ലുകൾ ധവളീകരിക്കുന്നു, അവൻ്റെ ശരീരം ചാരമാകുന്നു, പ്രവൃത്തിക്ക് പ്രതിഫലം ലഭിക്കുമെന്ന വിഡ്ഢികളുടെ സിദ്ധാന്തമാണ്, പച്ചക്കള്ളമാണ്, വെറും വാക്കാണ്, മരണാനന്തമാണ്. ശരീരം വിഘടനത്തിന് ശേഷം വിഡ്ഢികളും ബുദ്ധിമാന്മാരും ഒരേപോലെ വിട്ടുപോകുന്നു. ഈ രീതിയിലുള്ള ചിന്തകൾ പോലും ഏൻഷ്യൻ്റ് ഇന്ത്യയിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അത് പക്ഷെ പൂർണ്ണമായിട്ടും സംസ്കരിക്കപ്പെട്ടു. ഒരു പാർട്ട് മാത്രമാണ് നമ്മൾ കാണുന്നത് ഏൻഷ്യൻ്റ് ഇന്ത്യൻ ഫിലോസഫിയെ പറ്റി. ഈ സയൻസുമായിട്ട് എടുത്തു കഴിഞ്ഞാൽ സയൻസിൻ്റെ തെളിവുകൾ സയൻസിൽ എവിഡൻസ് എന്ന് പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരു സയൻറ്റിഫിക് എവിഡൻസ് ചോദിക്കുകയാണെങ്കിൽ 2 വിധത്തിലുള്ള എവിഡൻസാണ് നമ്മൾ പറയുന്നത്. ഒന്ന് എംപിറിക്കലായിട്ടുള്ള എവിഡൻസ്, മറ്റേത് അതായത് ഇൻഡക്റ്റീവ് ലോജിക്കും ഡിഡക്റ്റീവ് ലോജിക്കും. 2 സാധനം, ഇൻഡക്ഷനും ഡിഡക്ഷനും. ഒന്ന് എക്സ്പെരിമെൻ്റലായിട്ട് എംപിറിക്കലായി എന്തെങ്കിലും ചെയ്ത് ഒരു
അനുമാനത്തിലേക്ക് എത്തുന്ന രീതി. മറ്റേത് ലോജിക് ഉപയോഗിച്ചുകൊണ്ട്, പ്രത്യേകിച്ചും അത് മാത്തമാറ്റിക്സിൻ്റെയും ഈ ഫിസിക്സിൻ്റെയൊക്കെ ചില ഏരിയയിൽ നമുക്ക് ഇത് ചെയ്യാൻ വേണ്ടി കഴിയാത്ത ഏരിയയിൽ ഡിഡക്റ്റീവ് യുക്തി ആണ് ഉപയോഗിക്കുന്നത്. അതിന് പുറമെ വേറെയുള്ള എവിഡൻസുകൾ, വീക്ക് എവിഡൻസുകളുണ്ട്. അനലോഗി, താരതമ്യം, അർത്ഥാപത്തി പോസ്റ്റുലേഷൻ, നോൺ എക്സിസ്റ്റൻസ് ടെസ്റ്റിമണി എന്നൊക്കെ പറഞ്ഞ പല രീതിയിലുള്ള എപ്പിസ്റ്റമോളജിയിൽ നോളജ് എങ്ങനെ അറിവ് നമ്മൾ നേടുന്നു എന്നുള്ളതിനെ പറ്റി നോക്കുന്നതിൽ ഈ പല രീതികളുണ്ട്. അതിൽ വേദാന്തവും മീമാംസയൊക്കെ എല്ലാതരം ഇതും ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ വൈശേഷികവും ബൗദ്ധമതത്തിലും പ്രത്യക്ഷം അനുമാനമായിട്ടുള്ള, അതായത് സയൻസ് ഏതാണ്ട് സയൻസ് നിഷ്കർഷിക്കുന്ന തെളിവുകൾ ഉണ്ടെങ്കിൽ മാത്രമേ അവരൊരു കാര്യം സ്വീകരിക്കുന്നുള്ളൂ. ചാർവാകർ അതുപോലുമില്ല. അവർ പ്രത്യക്ഷമുള്ള അല്ലാത്ത ഒന്നും തന്നെ അവർ അക്സെപ്റ്റ് ചെയ്യാത്ത അവസ്ഥയാണ്. അപ്പോൾ ഇൻ അതർ വേർഡ്സ് മെറ്റീരിയലിസ്റ്റിക് ഫിലോസഫി എന്ന് പറയുന്ന ഒരു സ്ട്രീം ഓഫ് ഫിലോസഫി, ഈ മെറ്റീരിയലിസ്റ്റ് ഫിലോസഫി ഇല്ലാതെ സയൻസിന് വളരാൻ വേണ്ടി കഴിയില്ല. സയൻസ് എപ്പോഴും വളരുന്നത് ഇത്തരത്തിലുള്ള ഒരു മെറ്റീരിയലിസത്തിൻ്റെ കൾച്ചറിലൂടെയാണ് സയൻസ് വളരുന്നത്. ഒരു സയൻറ്റിഫിക് ഡിസ്കവറിയും, മേജറായിട്ടുള്ള ഒരു സയൻറ്റിഫിക് ഡിസ്കവറിയും ആരെങ്കിലും ഹിമാലയത്തിൽ പോയിരുന്ന് ധ്യാനിച്ച് കണ്ടുപിടിക്കില്ല. ഇന്ത്യയിൽ തന്നെ നടന്നിട്ടുള്ള ഏത് മേജർ, ഇന്ത്യയിലല്ല ലോകത്തിൽ എവിടെയായാലും സയൻറ്റിഫിക് ഡിസ്കവറി നടക്കുന്ന മനുഷ്യൻ നിരീക്ഷിച്ചുകൊണ്ടും കാര്യങ്ങൾ ചെയ്തു നോക്കിക്കൊണ്ടും ഒക്കെ തന്നെ എത്തുന്ന അറിവുകളാണ്. അതല്ലാതെയുള്ള അറിവ്. അപ്പോൾ ഈ മെറ്റീരിയലിസ്റ്റ് ഫിലോസഫികൾ കംപ്ലീറ്റ് ആയിട്ട് അടിച്ചമർത്തപ്പെട്ട ഒരു സ്ഥലത്ത് സയൻസിന് വളരാനുള്ള സാഹചര്യങ്ങൾ നിഷേധിക്കപ്പെടുന്നു എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. ഞാൻ എന്തുകൊണ്ടാണ് ഇത്ര വലിയ ഒരു നേട്ടങ്ങൾ ഉണ്ടായിരുന്ന, സയൻറ്റിഫിക് നേട്ടം ഉണ്ടായിരുന്ന സ്ഥലം ഇതൊന്നും ഇല്ലാത്ത ഒരു സ്ഥിതിയിലേക്ക് വന്നത് എന്നുള്ളതിനെ പറ്റിയാണ് ആലോചിക്കുന്നത്. ഇതിന് ഫലം എന്താ ഉണ്ടായത്? ഇന്ന് ലോകത്തിലെ ഏറ്റവും ദരിദ്രനുള്ള രാജ്യം ഇന്ത്യയാണ്. കുറച്ചു കാലം നൈജീരിയ നമ്മൾ ഓവർടേക്ക് ചെയ്തിരുന്നു. അത് ഇപ്പൊ തിരിച്ചുപോയി. നമ്മൾ തന്നെ ഇപ്പോൾ ഫ്രണ്ടിലെത്തി, ഫസ്റ്റായി. ചോദ്യം ചെയ്യും, അന്വേഷിക്കലും യുക്തിയും ഒരു വശത്തും വിശ്വാസം മറുവശത്തുമാണെങ്കിൽ സയൻസിൻ്റെ വളർച്ച എന്ന് പറയുന്നത് എപ്പോഴും ഉണ്ടാവുന്ന കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത് ഈ ചോദ്യം ചെയ്യലും അന്വേഷണവും യുക്തിയൊക്കെ പ്രാമുഖ്യം നേടുന്ന അവസ്ഥയിലാണ്. നിർഭാഗ്യവശാൽ അത് മുഴുവൻ തന്നെ അടിച്ചമർത്തപ്പെട്ട ഒരു സ്ഥലത്ത് അത് വളരാൻ വേണ്ടി കഴിയില്ല. ഇതിന് ഫലമായിട്ട് പല രീതിയിലുള്ള ഉച്ച നീചത്വങ്ങൾ ഈ ഞാൻ പറഞ്ഞ ഒരു കാലഘട്ടത്തിന് ശേഷമുള്ള സമയത്ത് വളരെ പെട്ടെന്ന് തന്നെ ഡിവിഷൻസ് ഇൻ ദി സൊസൈറ്റി, വളരെ വേഗം തന്നെ ഈ ഡിവിഷൻസ് ഉണ്ടാവുകയും പല രീതിയിലുള്ള എക്കണോമിക്കായിട്ടുള്ള ഡിവിഷൻസ് മാത്രമല്ല, ബ്രിട്ടീഷുകാർ വരുന്ന കാലം വരെയുള്ള ഇന്ത്യയിൽ വളരെ വലിയ ഡിവിഷൻസ് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അതിനും ഇപ്പോൾ ജനറ്റിക് സ്റ്റഡീസ് ഉണ്ട്, പ്രത്യേകിച്ചും കാസ്റ്റ് അടക്കമുള്ള കാര്യങ്ങളെപ്പറ്റി. ബ്രിട്ടീഷ് ഇന്ത്യ വന്നിരുന്ന സമയത്ത്, അവർ വരുന്ന സമയത്തുണ്ടായിരുന്ന ഇന്ത്യ നോക്കിയിട്ടുണ്ടെങ്കിൽ വളരെയധികം എൻഡോഗാമിയും എന്ന് പറഞ്ഞാൽ എൻഡോഗാമസ് ആയിട്ടുള്ള കാസ്റ്റ് സിസ്റ്റം, വളരെ റിജിഡായിട്ടുള്ള കാസ്റ്റ് സിസ്റ്റം, ഒരു വിധത്തിലുമുള്ള സൊസൈറ്റിയുടെ മൂവ്മെൻറ്റ് മുന്നോട്ട് പോകാൻ പറ്റാത്ത രീതിയിൽ തളച്ച് ഇട്ടപ്പെട്ടിട്ടുള്ള കാസ്റ്റ് സിസ്റ്റം ഉണ്ടായിരുന്ന ഒരു സ്ഥലമാണ്. അതിനെപ്പറ്റി രസകരമായിട്ടുള്ള ഒരു സ്റ്റഡി, ഇപ്പോൾ ഈ ജെനോമിക്സ് എന്ന് പറഞ്ഞാൽ ഇതിൽ നമ്മളെ DNA സീക്വൻസുകൾ നോക്കിയാൽ, DNA സീക്വൻസ് ഇന്നുള്ള ആൾക്കാരുടെ DNA സീക്വൻസുകൾ കുറേ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ബാക്കിലോട്ട് പോയി ഒരുപാട് കാര്യങ്ങൾ അനുമാനിക്കാനും കണ്ടെത്താനും വേണ്ടി കഴിയും. അപ്പോൾ ഈ ഒരു വലിയ കുറേ ഇന്ത്യക്കാരുടെ ഈ സീക്വൻസസ് നോക്കിയിട്ടുള്ള ഒരു പഠനം ഡേവിഡ് റൈക്ക് എന്ന് പറഞ്ഞ ഒരു ഹാർവർഡിലെ ശാസ്ത്രജ്ഞനുണ്ട്. അദ്ദേഹം മാത്രമല്ല, ഇന്ത്യയിൽ അദ്ദേഹത്തിൻ്റെ കുറേ കൊളാബറേറ്റേഴ്സ് ഉണ്ട്. ആ ഗ്രൂപ്പ്, നരസിംഹൻ, ഇവർ എത്തിച്ചേർന്നിട്ടുള്ളൊരു നിഗമനം, എല്ലാ കാലവും ഇന്ത്യയിൽ ഈ തരത്തിലുള്ള എൻഡോഗാമി ഉണ്ടായിരുന്നില്ല എന്നുള്ള. ആക്ച്വലി പണ്ട് നമ്മൾ വർണ്ണം ഒക്കെ വേദത്തിൽ പറയുന്ന വർണ്ണമൊക്കെ ഉണ്ടായിരുന്ന കാലത്ത് പോലും ബുദ്ധമതത്തിൻ്റെ ജൈനമതത്തിൻ്റെ ഒക്കെ ഇൻഫ്ലുവൻസ് കാരണമായിരിക്കാം ഒരുപാട് അഡ്മിക്സ്റ്റേഴ്സ് നടന്നിട്ടുണ്ട്. ഞാൻ നേരത്തെ കാണിച്ച 3 ഗ്രൂപ്പുകളുണ്ടല്ലോ,
ഇറാനിയൻ ഫാമേഴ്സ്, കാസ്പിയൻ സീ ഇവിടുന്ന് വന്നവർ, ഒറിജിനൽ ആയിട്ട് ഇവിടെ ഉണ്ടായിരുന്ന ആൾക്കാർ, ഈ മിക്സ്ചേഴ്സിൽ പല രീതിയിൽ മിക്സ് ചെയ്ത് ഇന്ന് ഇന്ത്യയിലുള്ള ആൾക്കാർ മുഴുവൻ ഇതിൻ്റെ മിക്സ്ചേഴ്സാണ്. വേരിയസ് പ്രപ്പോർഷൻസ് മാത്രം മാറിയിട്ടുള്ള മിക്സ്ചേഴ്സാണ് നമ്മളെല്ലാവരും. പക്ഷെ അത് മുഴുവൻ, ആ മിക്സ്ചറിൻ്റെ മേജർ പാർട്ട് നടന്നത് മുഴുവൻ ഈ ആദ്യ കാലത്തെ ഈ 1000 വർഷമാണ്. ഒരു 1000 AD തൊട്ട് പിന്നെ അങ്ങോട്ട് വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള എൻഡോഗാമി. അവിടെ പിന്നീട് ഈ സൊസൈറ്റി കൂടുതൽ എൻഡോഗാമസ് ആയിട്ടുള്ള ചെറിയ ഗ്രൂപ്പുകളായി. പിന്നെ ജീൻ ഫ്ലോ മുഴുവൻ ആ ഗ്രൂപ്പിനകത്ത് മാത്രമായിരിക്കും. അതറിയാലോ, നമ്മുടെ മാട്രിമോണിയൽ പരസ്യങ്ങൾ നോക്കിയാൽ അറിയാം ഇപ്പോഴും ഒരു വ്യത്യാസം അതിന് വന്നിട്ടില്ല എന്നുള്ളത് അല്ലേ. എല്ലാം നായർ മാട്രിമോണി, ഇഴവ മാട്രിമോണി, മറ്റേ മാട്രിമോണി, അത് ഇന്നും നടന്നുകൊണ്ടിരിക്കുന്നു ആ ഒരു സിസ്റ്റം. ഇതൊക്കെ തന്നെ നമ്മളെ പിന്നിലോട്ടാക്കിയിരുന്നു. അത് വേറെ ഇഷ്യൂ, അതിലേക്ക് ഞാൻ ഇപ്പോൾ പോകുന്നില്ല. ഇവിടെ വേറൊരു പ്രധാന പ്രശ്നം വന്നത്, പഠിപ്പിക്കുന്ന ആർക്കൊക്കെ വിദ്യാഭ്യാസം നേടാം എന്നുള്ള കാര്യത്തിൽ വിദ്യാഭ്യാസം മെജോറിറ്റി ആൾക്കാർക്ക് നിഷേധിക്കപ്പെട്ട ഒരു സ്ഥലം. നമുക്ക് ഇത്ര കോടി മനുഷ്യരുണ്ട്, 130 കോടി മനുഷ്യരുണ്ടെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? 130 കോടി മനുഷ്യരിൽ ആകെ 2 കോടിക്ക് നിങ്ങൾ പ്രോപ്പറായിട്ടുള്ള വിദ്യാഭ്യാസം കൊടുക്കില്ലെങ്കിൽ അതിൻ്റെ ബലം കിട്ടുള്ളൂ. ഇൻ ഇഫക്റ്റ് ഹയർ എഡ്യൂക്കേഷൻ്റെ ഇന്നും ഹയർ എഡ്യൂക്കേഷൻ്റെ ഏറ്റവും ഹയസ്റ്റ് സ്ട്രീമിൽ എത്താൻ കഴിയുന്ന കുട്ടികൾ, അവർക്കൊരു സ്ട്രീമുണ്ട്. ഒരു പ്രത്യേകതരം സ്കൂളുകളിൽ കൂടെ പോയി ആ സ്ട്രീമിൽ കൂടെ അവരവിടെ എത്തുന്നു. എത്ര പേരുണ്ട്? ദാറ്റ്സ് എ വെരി സ്മോൾ സ്ട്രീം. അപ്പോൾ അത്ര കൂട്ടിയാൽ മതി നമുക്ക്. ഇന്ത്യയുടെ പോപ്പുലേഷൻ എന്ന് പറഞ്ഞാൽ ഈ കാര്യത്തിൽ അത്ര കൂട്ടിയാൽ മതി. ഒരു 5 കോടി 10 കോടി കൂട്ടിക്കോളൂ, അതിലപ്പുറമല്ല. ഒരു ജർമ്മനീൻ്റെയോ ഇംഗ്ലണ്ടിൻ്റെയോ ഒക്കെ അത്ര. സ്പോർട്സ് എന്താ നമുക്ക് മെഡൽ കിട്ടാത്ത? ഇതന്നെ കാരണം. കാരണം എത്ര പേർക്ക് ഈ സ്ട്രീമിൽ കൂടെ പോയി അവിടെ അതിൽ കമ്പീറ്റ് ചെയ്യാൻ വേണ്ടി കഴിയുന്നുണ്ട്. ദ സെയിം പ്രിൻസിപ്പിൾ അപ്ലൈസ് ഓൾസോ ടു എഡ്യൂക്കേഷൻ. ആ എഡ്യൂക്കേഷനിൽ നിന്നാണ് സയൻസ് വരുന്നത്. ഇതിൻ്റെ ഡെമോക്രറ്റൈസേഷൻ വന്നതിലും ബുദ്ധമതത്തിന് വലിയ പങ്കുണ്ട്. പള്ളിക്കൂടം എന്ന് നമ്മൾ പറയുന്ന പള്ളിക്കൂടം ബുദ്ധിസ്റ്റിതാണ് പള്ളി. ആ ബുദ്ധമതത്തിലാണ് എല്ലാവർക്കും എഡ്യൂക്കേഷൻ, കാസ്റ്റ് ഇല്ലാത്ത രീതിയിൽ എല്ലാവർക്കും. ബുദ്ധ ജൈന മതങ്ങളാണ് അത്തരത്തിലുള്ള സാർവത്രികമായിട്ടുള്ള എഡ്യൂക്കേഷൻ കൊടുക്കാൻ. അത് പക്ഷേ വീണ്ടും ഒരു റിവേഴ്സൽ ഉണ്ടായി എന്നാണ് ഞാൻ നേരത്തെ പറഞ്ഞ സാധനം. ആ പീരീഡിൽ തന്നെ തക്ഷശിലയും നളന്ദ പോലെയുള്ള യൂണിവേഴ്സിറ്റീസ് ഒക്കെ തന്നെ ഫ്ലറിഷ് ചെയ്തിരുന്ന ആ കാലഘട്ടം. നളന്ദയിലും തക്ഷശിലയിലും ഒക്കെ ചൈനയിൽ നിന്നും ഗ്രീസിൽ നിന്നും ഒക്കെയുള്ള ആൾക്കാർ വന്ന് ഒരുപാട് എക്സ്ചേഞ്ച് ഓഫ് ഐഡിയാസും ഒക്കെ തന്നെ നടന്നിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും മിക്സ് ചെയ്ത് ഐഡിയാസ് കൈമാറിയിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ കപ്പൽ കടന്ന് അപ്പുറത്ത് പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ ഇത് പോയി എന്ന് പറയുന്ന കാലത്തിലേക്ക് നമ്മൾ തിരിച്ചു പോയി എന്നുള്ളതാണ് ഇന്ത്യ. ബ്രിട്ടീഷ് ഇന്ത്യ ആണ് പിന്നീട് വരുന്ന കാലഘട്ടം. ബ്രിട്ടീഷ് ഇന്ത്യയിലെ സയൻസ് ഒരു വശത്ത് സയൻസ് കൊണ്ടുവന്ന്, മോഡേൺ സയൻസ് ബ്രിട്ടീഷുകാർ കൊണ്ടുവന്നു. നമുക്ക് പറയാം തീർച്ചയായിട്ടും ഇത് മുഴുവൻ അവരുടെ ബെനിഫിറ്റിന് വേണ്ടിയാണ് കൊണ്ടുവന്നെന്നുള്ളത്. അതിൽ യാതൊരു തർക്കവുമില്ല. അവരവരുടെ ബെനിഫിറ്റിന് വേണ്ടി തന്നെ കൊണ്ടുവന്നു. പക്ഷേ ബ്രിട്ടീഷ് ഇന്ത്യ വരുമ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് 1784 ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ എന്ന് പറഞ്ഞ ഒരു സയൻറ്റിഫിക് ഇൻസ്റ്റിറ്റ്യൂഷൻ അവർ തുടങ്ങുന്നു. ബൊട്ടാനിക്കൽ സർവേ ഓഫ് ഇന്ത്യ വന്നു 1890. സുവോളജിക്കൽ സർവേ, ദ ഗ്രേറ്റ് ട്രിഗ്നോമെട്രിക്കൽ സർവേ. ഇന്ത്യ മുഴുവൻ മാപ്പ് ചെയ്ത്, ഇന്ത്യയിലുള്ള എല്ലാ സംഗതികളും മാപ്പ് ചെയ്ത് ഇത് കണ്ട് പിടിച്ച് ഇത് ആക്കുന്നത് അപ്പോഴാണ്. ബ്രിട്ടീഷുകാർ വന്ന 1802 ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ നേതൃത്വത്തിൽ. അതിൻ്റെ 2ാമത്തെ ഹെഡായിരുന്നു ജോൺ എവറസ്റ്റ്. നമ്മുടെ എവറസ്റ്റ്, കൊടുമുടിയുടെ എവറസ്റ്റ് ട്രിഗ്നോമെട്രിക്കൽ സർവേൻ്റെ 2ാമത്തെ ഹെഡായിരുന്നു എവറസ്റ്റ്. ആദ്യത്തെ മെക്കയോ അങ്ങനെ എന്തോ ആയിരുന്നു. അപ്പോൾ ഇതില്ലാതെ എന്ത് നമുക്ക് ചെയ്യാൻ പറ്റും? ഞാൻ ഈ വയനാട് ചുരത്തിൽ കൂടെ പോകുമ്പോൾ പലപ്പോഴും ആലോചിക്കാറുള്ളൊരു സംഗതിയുണ്ട്. ഈ വയനാട് ചുരം ഉണ്ടല്ലോ, ഇതെങ്ങനെ ഉണ്ടാക്കി ഇവരെ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും. നമുക്ക് ആ ഹോൾ സാധനത്തിനെ പറ്റിയുള്ള ഒരു കൃത്യമായ വിവരമില്ലാതെ ഇത് പ്ലാൻ ചെയ്ത് ഉണ്ടാക്കാൻ കഴിയുമോ?
കൃത്യമായ മാപ്സും എലിവേഷൻസും ആ ഡിസ്റ്റൻസുകളും ഇതെല്ലാം വെച്ച് വേണം ഇത് പ്ലാൻ ചെയ്ത് ഉണ്ടാക്കാൻ, ആ സോയിലിൻ്റെ സ്ട്രക്ചർ. ഇത് മുഴുവൻ പഠിക്കാത്തൊരു സ്ഥലത്ത് എന്തുണ്ടാക്കും? അതുകൊണ്ടാണ് ഒന്നും ഉണ്ടാവാതിരുന്നത്. അതുകൊണ്ടാണ് അതുവരെ ചുരം ഉണ്ടാക്കാൻ വേണ്ടി ഇവർ വരേണ്ടി വന്ന് ഇങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ബേസിക് ആയിട്ടുള്ള കോൺട്രിബ്യൂഷൻസ് ഞാൻ ചോദിക്കുകയാണെങ്കിൽ, ഈ നമ്മുടെ തന്നെ വിഭവങ്ങൾ എന്താണെന്നുള്ളതിനെ പറ്റി അവർക്ക് കൊള്ളയടിച്ച് കൊണ്ടാൻ വേണ്ടിയാണെങ്കിൽ പോലും ഇത് കൃത്യമായി രേഖപ്പെടുത്തി എടുത്തു എന്നുള്ളതാണ്. അപ്പോഴാണ് നമ്മൾ അറിയുന്നത് നമുക്ക് കുറേ വിഭവങ്ങൾ ഉണ്ടല്ലോ എന്നുള്ള കാര്യം. ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ ആക്ട് അതുപോലെ 1835 നമ്മളെ ഏറ്റവും അധികം ചീത്ത പറയുന്ന ഒരാളാണ് ജോൺ മക്കൗളെ. മക്കൗളെ പറഞ്ഞത്, we must at present do our best to form a class who may be interpreters between us and the millions whom we govern. A class of persons Indian in blood and color, but English in taste, in opinions, in morals and in intellect. മക്കൗളെക്ക് ഭയങ്കര മോശം അഭിപ്രായമായിരുന്നു. ഇന്ത്യൻസിന് പൊതുവെ ഇതൊക്കെ തിരി കുറവാണെന്നുള്ള അഭിപ്രായമാണ്. പക്ഷേ അങ്ങനെയുള്ള ഒരു ക്ലാസ്സിനെ ഉണ്ടാക്കി എടുക്കുക എന്നുള്ളതാണ് ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ വഴി ഉദ്ദേശിച്ചത്. അവർക്ക് പരിമിതമായ ഉദ്ദേശമേ ഉള്ളൂ അത്തരത്തിൽ കുറേ ആൾക്കാരെ ഉണ്ടാക്കാൻ വേണ്ടി. പക്ഷേ ഇതിൻ്റെ ഫലമായിട്ട് യൂണിവേഴ്സിറ്റി ഓഫ് മദ്രാസും യൂണിവേഴ്സിറ്റി ഓഫ് ബോംബെ, യൂണിവേഴ്സിറ്റി ഓഫ് കൽക്കട്ട, ഇതൊക്കെ തന്നെ 1857 വന്നിട്ടുള്ള യൂണിവേഴ്സിറ്റീസാണ്. വേർ മോഡേൺ സെക്കുലർ എഡ്യൂക്കേഷൻ, ലിബറൽ എഡ്യൂക്കേഷൻ, അത് ലിബറൽ എഡ്യൂക്കേഷൻ എന്നാണ് പറയുക. ലിബറൽ ആർട്സ് എന്ന് പറഞ്ഞാൽ സയൻസ് അടക്കമുള്ളതാണ് ലിബറൽ ആർട്സ്. അൺലൈക്ക് ഈ ലാറ്റിനും ഗ്രീക്കും ക്ലാസിക്സും പഠിക്കുന്നതിന് പകരമായിട്ടാണ് ലിബറൽ ആർട്സ് എന്ന് പറഞ്ഞ എഡ്യൂക്കേഷൻ വരുന്നത്. ആ ലിബറൽ ആർട്സ് എഡ്യൂക്കേഷൻ കൊണ്ടുവന്നത് ഈ സ്ഥാപനങ്ങളാണ്, ഈ സ്ഥാപനങ്ങൾ വഴി. അപ്പോൾ ഇന്ത്യയിൽ ആ സമയത്ത് തന്നെ വലിയൊരു ഡിബേറ്റ് ഉണ്ടായിരുന്നു. ഒരു വശത്ത് അരവിന്ദോ ഘോഷിനെ പോലെയുള്ളവർ പറഞ്ഞു, ഇത് നമുക്ക് ഇവരുടെ സാധനമൊന്നും വേണ്ട, നമ്മുടെ ഏൻഷ്യൻ്റ് ഇതിലെല്ലാ സാധനവും ഉണ്ട്, അതുകൊണ്ട് നമുക്കത് പഠിച്ചാൽ മതി എന്ന് പറയുമ്പോൾ രാജാറാം മോഹൻ റോയെ പോലെയുള്ളവർ പറഞ്ഞാൽ അതല്ല, നമുക്ക് ഇത് പഠിക്കുകയാണ് വേണ്ടത്, ഇതുവഴിയേ മുന്നോട്ട് പോകാൻ വേണ്ടി കഴിയുള്ളൂ എന്നുള്ളതാണ്. രാജാറാം മോഹൻ റോയ് പറഞ്ഞത്, Sanskrit system of education would be at best calculated to keep this country in darkness. What as the improvement of the native population is the object of the government, it will promote a more liberal and enlightened system of instruction, embracing mathematics, natural philosophy, chemistry, anatomy with other useful sciences. ഇതൊക്കെ പഠിപ്പിക്കണം എന്നുള്ള. അപ്പം ഈ ഇന്ത്യക്കാരുടെ ഇടയിൽ തന്നെ രണ്ട് വിഭാഗം. ബംഗാളിലാണ് അത് മറ്റേ ലിബറൽ എഡ്യൂക്കേഷന് വേണ്ടി ബാധിക്കുന്ന ഒരുപാട് പേര് ഉണ്ടായിരുന്ന ഒരു സ്ഥലം. അതിൻ്റെ ഭാഗമായിട്ടാണ് കൽക്കട്ടയിൽ ഹിന്ദു കോളേജ് വരുന്നത്. പ്രൈവറ്റ് ഇതിൽ തന്നെ ഹിന്ദു കോളേജ് എന്ന് പറഞ്ഞാൽ പേര് ഹിന്ദു കോളേജ് എന്നാണെങ്കിലും ഇറ്റ്സ് എ ലിബറൽ ആർട്സ് പഠിപ്പിക്കുന്ന ലിബറൽ ആർട്സ് കോളേജാണ്. ഡൽഹി കോളേജ് വന്നു, അതുപോലെ അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി, ഇന്നത്തെ അലിഗഡ് മുസ്ലിം മുഹമ്മദൻ ആംഗ്ലോ ഓറിയൻ്റൽ കോളേജ് എന്നാണ് അന്ന് ആദ്യത്തെ പേര്. ബീഹാർ സയൻറ്റിഫിക് സൊസൈറ്റി എന്ന് പറഞ്ഞ ഇങ്ങനെ ഒരുപാട് സ്ഥലങ്ങൾ ഇത് പഠിപ്പിക്കാൻ വേണ്ടി ഇന്ത്യക്കാർക്ക് ഈ സയൻസും മറ്റുള്ള കാര്യങ്ങളൊക്കെ പഠിക്കാൻ വേണ്ടിയുള്ള സാധനങ്ങൾ ഉയർന്നു വരുന്ന ആ പീരീഡിലാണ്. ഇന്ത്യൻ അസോസിയേഷൻ ഫോർ ദി കൾട്ടിവേഷൻ ഓഫ് സയൻസ് എന്ന് പറഞ്ഞ മഹേന്ദ്രലാൽ സർക്കാരാണ് ആദ്യം. അതൊരു ഡോക്ടറായിരുന്നു. മൂപ്പര് ഡോക്ടറാണെങ്കിലും അവസാന കാലം അത് പ്രാക്ടീസ് ചെയ്ത ഹോമിയോ നല്ലതാണെന്നുള്ള അഭിപ്രായം ഉണ്ടായിരുന്നു. അന്ന് മോഡേൺ മെഡിസിനും അത്ര വലിയ കേമൊന്നും ആയിരുന്നില്ല കേട്ടോ, അന്നത്തെ മോഡേൺ മെഡിസിൻ ഒന്നും അല്ല. ഏതായാലും മഹേന്ദ്രലാൽ സർക്കാർ പക്ഷേ സയൻസിൻ്റെ വലിയൊരു ആരാധകനാണ്. ഈ സയൻസ് പഠിപ്പിക്കണം. ആ കൽക്കട്ടയിൽ ഇന്ത്യൻ അസോസിയേഷൻ ഫോർ കൾട്ടിവേഷൻ ഓഫ് സയൻസ് എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടാക്കി. അതിൽ വലിയ വലിയ ആൾക്കാർ, ജെ സി ബോസ്, അശുതോഷ് മുഖർജി, ഇവരൊക്കെ ഇതിൻ്റെ മെമ്പേഴ്സാണ്. അവരൊക്കെ അവിടെ വന്ന് ലെക്ചേഴ്സ് കൊടുക്കും. ഒരു ക്ലർക്ക് എന്തോ ഒരു ആഫീസിലെ ക്ലർക്കായിരുന്നു മൂപ്പര്. അതിൻ്റെ ഇടയ്ക്ക് ഭയങ്കര ഇൻട്രസ്റ്റോടെ കുറച്ച് സയൻറ്റിഫിക് എക്സ്പെരിമെൻറ്റ്സ് ചെയ്യാൻ താല്പര്യമായിട്ട് ഈ IACS ഇന്ത്യൻ അസോസിയേഷൻ ഓഫ് കൾട്ടിവേഷൻ സയൻസ് പോയി കുറേ എക്സ്പെരിമെൻറ്റും ഇതൊക്കെ ചെയ്യും. അതാണ് CB രാമൻ. ഇറ്റ്സ് എ കൽക്കട്ട പ്രോഡക്റ്റ് ആക്ച്വലി. കൽക്കട്ടയിലെ CB രാമനും KS കൃഷ്ണനും കൂടെ അവിടെ നടത്തിയിട്ടുള്ള എക്സ്പെരിമെൻസിൽ നിന്നാണ് ഇന്ത്യയുടെ ഓൺലി സയൻസ് നൊബൽ സമ്മാനം കിട്ടിയിട്ടുള്ള. ഓഫ് കോഴ്സ് പുറത്തു പോയ ആൾക്കാരെ കൂട്ടിയിട്ടില്ല, ഇന്ത്യക്കകത്ത്
ഇത് വരുന്നത് ഇങ്ങനെയുള്ളൊരു ലാബിൽ നിന്നാണ് രാമൻ ഇഫക്റ്റ് എൻ്റെ ഐഡിയാസ് എല്ലാം തന്നെ വരുന്നത്. ഞാൻ ഈ സ്കൂളിലെല്ലാം പോകുമ്പോൾ കുട്ടികളോട് ചോദിക്കുന്നൊരു ചോദ്യമാണ് ഇന്ത്യയിലെ ഏറ്റവും പ്രധാന ശാസ്ത്രജ്ഞരാരാണെന്നുള്ള. CV രാമൻ വരും, നോബൽ സമ്മാനം അവർ പഠിച്ചിട്ടുണ്ട്, നോബൽ സമ്മാനം. പിന്നെ മിക്കവാറും എല്ലാവരും പറയുക, കുറേ ആലോചിച്ചിട്ട് അബ്ദുൽ കലാം എന്നൊക്കെ പറയാം. അപ്പോൾ യഥാർത്ഥ ഇന്ത്യൻ സയൻസിന് വേണ്ടിയുള്ള മാസീവ് തോട്ട് പ്രോസസ്സിൽ തന്നെ അബ്ദുൽ കലാം ഒരു വിധത്തിലുള്ള തോട്ട് ഐഡിയയും ലോകത്തിന് സംഭാവന ചെയ്തിട്ട് എനിക്കറിയില്ല. അങ്ങനെയല്ല. അതല്ലാതെ ഇന്ന് നമ്മൾ പറയുന്ന സത്യേന്ദ്രനാഥ് ബോസ്, SN ബോസ്, ബോസോൺ ഗണങ്ങളെ പറ്റി അറിയാത്ത ആരുമില്ല, എല്ലാവർക്കും അറിയാം വാട്ട് ഇസ് ബോസോൺ. ബോസോൺ മാത്രമല്ല, ആൽബർട്ട് ഐൻസ്റ്റീനും ബോസും കൂടെ ചേർന്നുണ്ടാക്കിയിട്ടുള്ള ബോസ് ഐൻസ്റ്റീൻ ഇക്വിലിബ്രിയം, അത് ഒരു തോട്ടിൽ വന്നിട്ടുള്ള വലിയൊരു റെവല്യൂഷനാണ്. അത് പിന്നെ ഇതാക്കിയിട്ടുള്ള ആളാണ് മേഘ്നാഥ് സാഹ ഇഫക്റ്റോ, സാഹ ഇക്വേഷൻ, ഈ സ്പെക്ട്രെ പറ്റിയുള്ള അന്തരീക്ഷത്തിലുള്ള സാഹ ഇക്വേഷൻ. GN രാമചന്ദ്രനാണ് പ്രോട്ടീൻ സ്ട്രക്ചർ, കൊളാജൻ്റെ സ്ട്രക്ചർ കണ്ടുപിടിച്ചു എന്ന് മാത്രമല്ല, ആദ്യമായി പ്രപ്പോസ് ചെയ്തെന്ന് മാത്രമല്ല, GN രാമചന്ദ്രൻ പ്രോട്ടീനിൻ്റെ സ്ട്രക്ചർ ഉണ്ടാക്കാൻ വേണ്ടി കണ്ടുപിടിച്ചിട്ടുള്ള ഒരു രീതിയുണ്ട്, രാമചന്ദ്രൻ പ്ലോട്ട് എന്നാണ് പറയുക. ആ രാമചന്ദ്രൻ പ്ലോട്ട് ഉപയോഗിച്ചാണ് ഇപ്പോഴും ബേസിക്, അത് കമ്പ്യൂട്ടറൈസ്ഡ് ഒക്കെ ആണെങ്കിൽ പോലും ആ ആശയമാണ് ഇന്നും പ്രോട്ടീൻ സ്ട്രക്ചറിൻ്റെ 3D സ്ട്രക്ചർ ഉണ്ടാക്കാൻ വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുന്നത്. എത്ര പേർക്ക് അറിയാം SN ബോസിനെ, എത്ര കുട്ടികൾക്ക് അറിയാം SN ബോസിനെ, എത്ര കുട്ടികൾക്ക് മേഘ്നാഥ് സാഹയെ അറിയാം, GN രാമചന്ദ്രനെ അറിയാം. അപ്പം നമ്മൾ ആശയങ്ങളുടെ തലത്തിലല്ല നമ്മൾ വിഹരിക്കുന്നത്. നമ്മൾ ഓരോ ആൾക്കാരെ പറ്റി പറയുക, അവരുടെ ബയോഗ്രാഫി വായിക്കാൻ കൊടുക്കും. ബയോഗ്രാഫിയിൽ മുഴുവൻ അവർ എവിടെയൊക്കെ പോയി എന്തൊക്കെ പറഞ്ഞു എന്നേ ഉണ്ടാവുള്ളൂ, അല്ലാതെ അവരുടെ തോട്ട് പ്രോസസ്സിൽ എന്ത് ചെയ്തു എന്നൊന്നും പറയില്ല. സ്വാതന്ത്ര്യസമരം വന്ന സമയത്ത് ഗാന്ധിജി അങ്ങനെ സയൻസിനെ പറ്റി വളരെ ഒരു ആംബിവാലൻ്റ് ആയിട്ടുള്ള ഒരാളായിരുന്നു എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. സയൻസിനെ പല കാര്യങ്ങൾ എതിർക്കുകയും ചിലത് ഇതാക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു വളരെ ആംബിവാലൻ്റ് വ്യക്തിയായിരുന്നു. ഇൻഫാക്ട് ഗാന്ധിയും തിലകനും ഒക്കെ പല കാര്യത്തിലും ആൻറ്റി സയൻറ്റിഫിക് ആയിരുന്നു എന്ന് തന്നെ പറയേണ്ടി വരും. നെഹ്റുവും ടാഗോറും സുഭാഷ് ബോസും ഒക്കെ നേരെ തിരിച്ച് അവർ സയൻസിലാണ് ഇന്ത്യയുടെ ഭാവി എന്ന് വ്യക്തമായി വിശ്വസിച്ചിരുന്ന ആൾക്കാരാണ്. അത് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി പ്രവർത്തിച്ച, സയൻസിലാണ് ഭാവി എന്ന് വിശ്വസിച്ചിരുന്ന ആൾക്കാരാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അതിൻ്റെ ഏത് AICC ആണെന്ന് ഞാൻ ഓർക്കുന്നില്ല, ഒരു AICC മീറ്റിംഗ് കഴിഞ്ഞപ്പോൾ അവർ തീരുമാനിച്ചു നമുക്കൊരു പ്ലാനിങ് കമ്മിറ്റി വേണം. അതായത് സയൻസിനെ ബേസ് ചെയ്തുകൊണ്ട് അതൊക്കെ ഇതാക്കി ഒരു ആധുനിക ഇന്ത്യക്ക് വേണ്ടിയുള്ള, സ്വാതന്ത്ര്യത്തിന് മുമ്പ് തന്നെ ഒരു ആധുനിക ഇന്ത്യക്ക് വേണ്ടിയുള്ള ഒരു ബ്ലൂ പ്രിൻ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വിശ്വേശ്വരയ്യനെയാണ് ആദ്യം ചെയർമാനാക്കിയിട്ട് അത് ഉണ്ടാക്കി. ആ സമയത്ത് മേഘ്നാഥ് സാഹ നേതാജി പ്രസിഡൻ്റ് ആയിരുന്ന കാലത്താണ്, സുഭാഷ് ചന്ദ്രബോസ് പ്രസിഡൻ്റ് ആയിരുന്ന കാലത്ത് സാഹ അദ്ദേഹത്തിൻ്റെ വളരെ അടുത്ത ക്ലോസ് ആളാണ്, രണ്ടുപേരും ബംഗാളികളാണ്. സാഹ പോയി പറഞ്ഞു ഇതിന് ഏറ്റവും പറ്റിയ ആൾ ജവഹർലാൽ നെഹ്റുവാണ്, അയാളെ പിടിച്ചാക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ജവഹർലാൽ നെഹ്റു ബിക്കെയിം ദ ഫസ്റ്റ് പ്രസിഡന്റ് ഓഫ് ദിസ് പ്ലാനിങ്, ഇന്നത്തെ പ്ലാനിങ് കമ്മീഷൻ്റെ അതിൻ്റെ ഒരു രൂപ ഇതായിട്ട് ഇന്ത്യക്ക് വേണ്ടിയുള്ള ഒരു സയൻസ് ബ്ലൂ പ്രിൻ്റ് ഉണ്ടാക്കാൻ വേണ്ടി. അപ്പോൾ നാഷണലിസ്റ്റ് മൂവ്മെൻറ്റിൻ്റെ ഒരു അവിഭാജ്യ ഘടകമായിരുന്നു ലുക്കിംഗ് ഫോർവേഡ് ഇൻ ടു ദ ഫ്യൂച്ചർ. എങ്ങനെയാണ് ഒരു മോഡേൺ ന്യൂ ഇന്ത്യ എങ്ങനെ ആയിരിക്കണം എന്നുള്ളതിനെ പറ്റി ധാരണ, അതിൽ ഒരു സയൻറ്റിഫിക് ആയിരിക്കണം എന്നുള്ളതിനെ പറ്റി ഒരു തർക്കവും ഇവർക്കൊന്നും ഉണ്ടായില്ല. പ്രത്യേകിച്ചും ജവഹർലാൽ നെഹ്റുവിൻ്റെ ഇന്ന് നമുക്കെല്ലാം വളരെ അറിയപ്പെടുന്ന വാക്കുണ്ടല്ലോ, സയൻറ്റിഫിക് ടെമ്പർ എന്നുള്ള വാക്ക് ഡിസ്കവറി ഓഫ് ഇന്ത്യയിൽ നെഹ്റു എഴുതിയതാണ്. വാട്ട് ഇസ് നീഡഡ് ഇസ് എ സയൻറ്റിഫിക് അപ്രോച്ച്, ദ അഡ്വഞ്ചറസ് ആൻഡ് യെറ്റ് ക്രിട്ടിക്കൽ ടെമ്പർ ഓഫ് സയൻസ്. ആ ക്രിട്ടിക്കലും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വെറും സയൻറ്റിഫിക് ടെമ്പർ മാത്രമല്ല, ക്രിട്ടിക്കൽ ടെമ്പർ ഓഫ് സയൻസ് വേണമെന്ന് പറയുന്നത്.
നെഹ്റു തന്നെ പറഞ്ഞാണ്, സയൻസിനും സാങ്കേതിക വിദ്യകൾക്കും സീമകളില്ല. ഇംഗ്ലീഷ് സയൻസ്, ഫ്രഞ്ച് സയൻസ്, അമേരിക്കൻ സയൻസ്, ചൈനീസ് സയൻസ് ഒന്നും പറയുന്ന അർത്ഥമില്ല. ഇന്ത്യൻ സയൻസ് എന്നൊന്നില്ല, സയൻസ് ഒന്ന് തന്നെ ഉള്ളൂ എന്ന്. കാരണം അന്ന് ഒരു വശത്ത് റിവൈവലിസ്റ്റ് മൂവ്മെൻറ്റുകൾ അന്നേ ഉണ്ടായിരുന്നു, പ്രത്യേകിച്ചും ബംഗാൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ഉള്ള റിവൈവലിസ്റ്റ് മൂവ്മെൻറ്റുകൾ പല രീതിയിൽ ശക്തി പ്രാപിച്ചിരുന്ന ഒരു കാലത്ത് ഈ ഒരു പൊസിഷൻ എടുക്കുക എന്ന് പറഞ്ഞാൽ, ടാഗോറാണ് വേറെ അത്തരത്തിൽ ഈ അത്തരത്തിലുള്ള സംഗീതത്തിൻ്റെ ഒരു നാഷണലിസ്റ്റിക് ഇതോടെയാണ് ആ റിവൈവലിസവും വരുന്നത്. അതിൻ്റെ ഭാഗമായി ടെററിസ്റ്റ് മൂവ്മെൻറ്റുകൾ ഉണ്ടായിരുന്നു. അവരൊക്കെ റിവൈവലിസ്റ്റ് മൂവ്മെൻറ്റുകളാണ്. പക്ഷേ ടാഗോറും നെഹ്റുവും ഒക്കെ അതിനെ ശക്തിയായി എതിർത്തിരുന്ന ആൾക്കാരാണ്. അവർ ഒരു സയൻസ് എന്ന് പറയുന്നത് അങ്ങനെ നാരോ ആയിട്ട് കാണേണ്ടതല്ല എന്നാണ് വിശ്വസിച്ചിരുന്നത്. ഇവരെല്ലാം തന്നെ വളരെ ക്ലോസ് ആയിട്ട് തന്നെ ഈ വിക്രം സാരാഭായ് അല്ലെങ്കിൽ മേഘ്നാഥ് സാഹ അവരൊക്കെയാണ് ഇരിക്കുന്നത് അവിടെ, ഹോമി ബാബ, ടോപ്പ് ലെവലിൽ ഭട്നാഗർ, ഇവരെല്ലാം ജവഹർലാൽ നെഹ്റുവിൻ്റെ വളരെ അടുത്ത സുഹൃത്തുക്കളും അവർ തമ്മിൽ ആശയങ്ങൾ കൈമാറിയിരുന്ന, അല്ലാതെ ഫോട്ടോ ഓപ്പർച്യൂണിറ്റിക്ക് പോയിട്ട് ഇങ്ങനെ പോയി നിന്ന് ഫോട്ടോ എടുക്കുന്ന അതായിരുന്നില്ല. അവർ ആശയങ്ങൾ കൈമാറിയിരുന്ന വ്യക്തികൾ എന്നുള്ള നിലയ്ക്ക് തന്നെ. അപ്പം അത്തരത്തിലുള്ളൊരു സ്റ്റാർട്ട് ഇന്ത്യക്ക് കിട്ടിയിട്ടുണ്ട് സയൻസിൽ തീർച്ചയായിട്ടും. ഹോമി ബാബ, രാജാരമണ്ണ, ശാന്തി സ്വരൂപ് ഭട്നാഗർ, CNR റാവ് കെമിസ്ട്രിയിൽ, ഫാർമ ഇൻഡസ്ട്രി അതുപോലെ വളരെ മുന്നോട്ട് പോയതിൽ അതല്ലാതെയുള്ള ഫെസിലിറ്റേറ്റ് ചെയ്യുന്ന നിയമങ്ങളും വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് ഇന്ത്യയുടെ സയൻറ്റിഫിക് അഡ്വാൻസിൽ. ഉദാഹരണത്തിന് ഇന്ത്യൻ ഫാർമ ഇൻഡസ്ട്രി ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ ഫാർമ ഇൻഡസ്ട്രികളിലൊന്നാണ്. അതിൻ്റെ പ്രധാനമായിട്ടുള്ള ആ വളർച്ച വരാനുള്ള ബേസിക് റീസൺ ഇന്ത്യൻ പേറ്റന്റ് ആക്ടിൻ്റെ ഭേദഗതിയാണ്. 1972 വന്നിട്ടുള്ള പേറ്റന്റ് ആക്ട് ഭേദഗതി. അതോടെ ഇവർ ഡിക്റ്റേറ്റ് ചെയ്യുന്ന രീതിയിൽ മാത്രം, ഇമ്പീരിയലിസ്റ്റ് പവേഴ്സ് ഡിക്റ്റേറ്റ് ചെയ്യുന്നത് മാത്രം നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ല, നമുക്ക് സ്വന്തമായിട്ട് ചെയ്യാമെന്ന് പറഞ്ഞ് പ്രോഡക്റ്റ് പേറ്റന്റ് അബോളിഷ് ചെയ്യുന്നത്, പ്രോസസ് പേറ്റന്റ് കൊണ്ടുവരുന്ന ആ ഒറ്റ സിംഗിൾ തിങ് ചേഞ്ച് ദ ഹോൾ സിനാരിയോ ഓഫ് ഇന്ത്യ. ഇന്ത്യയിൽ ഒരുപാട് മരുന്നുകൾ ഉണ്ടാക്കാൻ തുടങ്ങി. ഇന്ത്യ ഫാർമസി കമ്പനീസ് ഫ്ലറിഷ് ചെയ്യുന്ന ഒരു സ്ഥിതി വന്നു. ഇന്നിപ്പോൾ CSIR ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഇതൊക്കെ തന്നെ അന്ന് തുടങ്ങി വെച്ചതിൻ്റെ ബാക്കി പത്രങ്ങൾ ഇന്നുമുണ്ട്. CSIRൻ്റെ നിരവധി ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ഇന്ത്യയിൽ, സെൻറ്റർ ഫോർ സയൻസ് ആൻഡ് ഇൻഡസ്ട്രി ആൻഡ് സയൻറ്റിഫിക് റിസർച്ച് ആൻഡ് ഇൻഡസ്ട്രി, മോളിക്കുലർ ബയോളജിയുടെ CCMB പുഷ്പ ഭാർഗവ. നിർഭാഗ്യവശാൽ പക്ഷേ ഇതൊക്കെ ആണെങ്കിൽ പോലും പ്ലാൻ എക്സ്പെൻഡിച്ചറിൻ്റെ സയൻസിന് വേണ്ടി, അതായത് സയൻറ്റിഫിക് ഇൻസ്റ്റിറ്റ്യൂഷൻസിനും ഇതിനും വേണ്ടി ചെയ്തത് എപ്പോഴും ഒരു 2% താഴെ മാത്രമേ ഉണ്ടായിരുന്നു എന്നുള്ളതായിരുന്നു ഒരു പരിമിതി. പിന്നെ ഏതാനും ഇലൈറ്റ് സെൻറ്റേഴ്സിൽ ഒതുങ്ങിപ്പോയി ഇന്ത്യൻ സയൻസ്. എല്ലാ സ്ഥലത്തും സയൻസ് ചെയ്യുന്ന, അപ്പോൾ CV രാമൻ ഒക്കെ ചെയ്തിരുന്നത് ഒരു സാധാരണ ലബോറട്ടറിയിലാണ് ചെയ്തത്. GN രാമചന്ദ്രൻ മദ്രാസ് യൂണിവേഴ്സിറ്റിയിലാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ സ്റ്റഡീസൊക്കെ നടന്നത്. പിന്നീടാണ് അദ്ദേഹം ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇതിലേക്ക് വന്നത്. കൊളാജൻ മോഡലൊക്കെ നടന്നത് മദ്രാസ് യൂണിവേഴ്സിറ്റിയിലാണ്. അപ്പോൾ യൂണിവേഴ്സിറ്റികളും ഇതുമൊക്കെ പുറകോട്ട് പോവുകയും പകരം ഏതാനും ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ മാത്രമായി സയൻസ് ഒതുങ്ങിപ്പോവുകയും ചെയ്യുന്ന സ്ഥിതി. ഇന്നത്തെ അവസ്ഥ 40% of Indian born researchers were working overseas in 2011. Largest diaspora of any 16 countries in a survey എന്ന് പറഞ്ഞാൽ 40%. ചൈനയിൽ നിന്ന് ഒരുപാട് പേര് അതേപോലെ പോകുന്നുണ്ട്, പക്ഷെ ഒരുപാട് പേര് തിരിച്ചും വരുന്നുണ്ട്. ഇവിടെ പോകുന്നേ ഉള്ളൂ, തിരിച്ചു വരുന്നില്ല. ഈ പോകുന്നവരിൽ തീർച്ചയായിട്ടും നമുക്ക് അഭിമാനിക്കാൻ പറ്റുന്ന ഇന്ത്യയിൽ നിന്നുള്ള എഡ്യൂക്കേഷനും ഇതുമെല്ലാം കഴിഞ്ഞ് പോയവരാണ്. ഹർഗോവിന്ദ് ഖൊറാന, ചന്ദ്രശേഖർ, വെങ്കി രാമകൃഷ്ണൻ, ഇവരെല്ലാം തന്നെ ഇവിടുന്ന് പോയി പക്ഷേ നോബൽ സമ്മാനം കിട്ടി. പക്ഷേ ഇവിടെ ഉള്ളവർക്ക് കിട്ടുന്നില്ല. അപ്പം എന്താണ് നമ്മുടെ പ്രശ്നം? പബ്ലിക്കേഷൻസ് നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് ഇന്ത്യ എവിടെ നിൽക്കുന്നു എന്നുള്ളത്, ഇന്ത്യ ആ മഞ്ഞ വരെയാണ് ഇന്ത്യ. ഇത്രയധികം പോപ്പുലേഷനുള്ള രാജ്യം ഇത് US ആണ്, ഇത് ചൈനയാണ്,
അതിനേക്കാൾ ആ ചൈനയുടെ ഗ്രാഫ് പോകുന്നത് നോക്കൂ, നേരെ കുത്തര മുകളിലേക്കാണ് അത് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇമ്പാക്റ്റ് അതുപോലെ. ഇമ്പാക്റ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങളൊരു സയൻറ്റിഫിക് ലേഖനം എഴുതിയിട്ടുണ്ടെങ്കിൽ ആ ലേഖനം വേറെ എത്ര പേര് കോട്ട് ചെയ്യുന്നു എന്നുള്ളതാണ് ഇമ്പാക്റ്റ് ഫാക്ടർ. അപ്പോൾ നമ്മൾ എഴുതുന്ന ഇതിൻ്റെ ഇമ്പാക്റ്റ് നോക്കിക്കഴിഞ്ഞാൽ വീണ്ടും ഇന്ത്യ വേൾഡ് ആവറേജിൻ്റെ വളരെ താഴെ മാത്രമാണ് നിൽക്കുന്നത്. വർക്ക് ഫോഴ്സ് ഇൻ 10,000 പേരിൽ എത്ര പേര് സയൻറ്റിഫിക് വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട്? ഇന്ത്യയിൽ വെറും 4 മാത്രമാണ്. when compared to 79 in United States, 79 in UK. വേറൊരു പോപ്പുലസ് രാജ്യമായിട്ട് പോലും 18 ഉണ്ട് ചൈനയിൽ. ഏറ്റവും അവസാനമുള്ള നേച്ചർ ഇൻഡെക്സ് 2024 നേച്ചർ ഇൻഡെക്സ്, നേച്ചർ എന്ന് പറഞ്ഞ ജേർണലുണ്ട്, നേച്ചർ മാസിക. നേച്ചർ ജേർണൽ എല്ലാ വർഷവും ഇമ്പാക്റ്റ് വെച്ചുകൊണ്ട്, ഇമ്പാക്റ്റ് ഫാക്ടർ, ഒരു രാജ്യത്തു നിന്നുള്ള റിസർച്ചേഴ്സ് എഴുതുന്ന പേപ്പറുകളുടെ ഇമ്പാക്റ്റ് എത്രയുണ്ടെന്ന് നോക്കാൻ വേണ്ടിയുള്ള ഒരു ഇതാണ്, ഇൻഡെക്സാണത്. അപ്പോൾ ഇപ്പോൾ ചൈന USA ഫ്രണ്ടിൽ പോയി ഒന്നാമത് എത്തിയിരിക്കുന്നു, ഏറ്റവും അധികം ഇത്. ടോപ്പ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, സയൻറ്റിഫിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇൻ ദ വേൾഡ്, ടോപ്പ് 20 എടുത്താൽ ആ ടോപ്പ് 20ൽ 11 ഇപ്പോൾ ചൈനയിലാണ്, ഇൻക്ലൂഡിങ് ദ ഫസ്റ്റ്. ചൈനീസ് അക്കാഡമി ഓഫ് സയൻസസ് ആണ് ഫസ്റ്റ്, ഹാർവേഡ് സെക്കൻഡാണ്, പിന്നെ ആദ്യത്തെ 10ൽ 6 ചൈനീസാണ്. ഇന്ത്യ ഇതിലൊന്നുമില്ല. ഇന്ത്യയുടെ സ്ഥാനം 179 സ്ഥാനത്ത് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ബാംഗ്ലൂർ, 179 സ്ഥാനത്തേ നമ്മൾ വരുന്നുള്ളൂ. അതാണ് ഇന്നത്തെ നമ്മുടെ ഒരു അവസ്ഥ. എന്താണ് നമ്മുടെ പ്രശ്നങ്ങൾ, എന്തുകൊണ്ടാണ് ഈ ഒരു സ്ഥിതി എന്നുള്ളത് നോക്കിയാൽ അതിൽ തീർച്ചയായിട്ടും ഞാൻ കാണുന്നത് ഏറ്റവും പ്രധാന സംഗതി സ്കൂൾ വിദ്യാഭ്യാസമാണ്. സ്കൂൾ വിദ്യാഭ്യാസം എത്ര കണ്ട് നന്നാവുന്നോ അത്ര കണ്ട് മാത്രമേ നമുക്ക് ഈ സയൻസിലുള്ള ഏറ്റവും ടോപ്പ് ക്വാളിറ്റി റിസർച്ചേഴ്സിനെയും മറ്റും കൊണ്ടുവരാൻ വേണ്ടി കഴിയുള്ളൂ. സിമ്പിൾ ട്രൂത്താണത്. പിന്നെ യൂണിവേഴ്സിറ്റികൾ, ഫണ്ടിങ്ങിൻ്റെ പ്രശ്നങ്ങൾ, മുൻഗണനാക്രമങ്ങൾ, പിന്നെ പഴമയുടെ പല തരത്തിലുള്ള പ്രതിബന്ധങ്ങൾ, ശാസ്ത്രവിരുദ്ധത. ഇന്ത്യയിലെ മെജോറിറ്റി ഇതും സ്കൂൾസും ഇങ്ങനെയുള്ള സ്കൂൾസാണ്. നിങ്ങൾ നോക്കിയാൽ 80% പോപ്പുലേഷനും പ്രൈമറി വിദ്യാഭ്യാസം തേടുന്നത് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ്. പല സ്ഥലത്തും സിംഗിൾ ടീച്ചർ സ്കൂള്. അപ്പോൾ ആ ഒരു ബിഗിനിങ്ങിൽ നിന്നാണ് ഇവർ വരുന്നത് എന്നുള്ളതാണ് പ്രശ്നം. അപ്പോൾ ഇതിന് കാരണം എന്താ? കാരണം എന്താണെന്ന് പറഞ്ഞാൽ പബ്ലിക് ഫണ്ടിങ് ഓഫ് എഡ്യൂക്കേഷൻ അബിസ്മലി ലോ ഇൻ ഇന്ത്യ. അതാണ് റീസൺ. ബാക്കിയുള്ള രാജ്യങ്ങളൊക്കെ തന്നെ, ചൈന, കൊറിയ, സിംഗപ്പൂർ, ഹോങ്കോങ്, ഈ ഈസ്റ്റേൺ രാജ്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ യൂറോപ്പിലുള്ള എല്ലാ രാജ്യങ്ങളും, ഇവരൊക്കെ തന്നെ അവരുടെ ഗ്രോത്തിൻ്റെ കാലഘട്ടത്തിൽ ഹെവി ആയിട്ട് സ്കൂൾ എഡ്യൂക്കേഷനിൽ പൈസ സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഗുണം കൂടെയാണ് അവരനുഭവിക്കുന്നത് എല്ലാ മേഖലയിലും. ഇന്ത്യക്ക് അകത്തെടുത്തു കഴിഞ്ഞാൽ തന്നെ വൈ എസ് കേരള അഹെഡ് ഓഫ് ഓൾ അതർ സ്റ്റേറ്റ്സ്? ഇതാണ് കാരണം. നമ്മൾ കൂടുതൽ പൈസ എഡ്യൂക്കേഷന് വേണ്ടി ചിലവാക്കി. നമുക്ക് എപ്പോഴും ബെറ്റർ സ്കൂൾസും ഒക്കെ ഉണ്ട് ഇത് വെച്ച് നോക്കുമ്പോൾ. അപ്പം അവിടെയാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ട ഏറ്റവും ഒരു പ്രധാന സംഗതി. പിന്നെ മറ്റൊന്ന് എന്താ, ക്ലാസ് മുറിക്കകത്തുള്ള രീതികൾ. നമുക്ക് ഇന്നും വേദം പഠിച്ചിരുന്ന പോലെ ബൈഹാർട്ട് പഠിച്ച് ഇതാക്കുന്ന രീതികളിൽ നിന്ന് മാറിയിട്ടില്ല. സ്കൂളുകളെന്ന് പറഞ്ഞാൽ ക്ലാസ് മുറികളെ സ്വതന്ത്രമാക്കുകയും ഫ്രീ ആക്കുകയും അതിൽ ക്രിട്ടിക്കലായിട്ട് കുട്ടികൾക്ക് എൻഗേജ് ചെയ്യാനുള്ള അവസരങ്ങൾ കൊടുക്കുകയും. സയൻസ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി ക്വസ്റ്റ്യനിങ് ആണ്. എവറി സിംഗിൾ സയൻസ് പ്രോജക്റ്റ് എന്താ, ഇറ്റ് സ്റ്റാർട്ട്സ് ഫ്രം എ ക്വസ്റ്റ്യൻ. ഒരു ചോദ്യമാണ്. ആ ചോദ്യം അല്ലെങ്കിൽ ഹൈപ്പോത്തസിസ്, ആ ക്വസ്റ്റ്യനിൽ നിന്നാണ് സയൻസ് എല്ലാം വരുന്നത്. നിങ്ങൾ ചോദ്യം ചെയ്യാൻ അറിയില്ലെങ്കിൽ വളരെ കഷ്ടമാണ് സ്ഥിതി. അതുള്ളത് പോലും അത് നിരുത്സാഹപ്പെടുത്തുകയാണ്. അതാണ് എൻ്റെ ഏറ്റവും വലിയ സങ്കടം. ഞാൻ ഈ അടുത്ത ഒരു ഫ്യൂ മന്ത്സ് ബാക്ക്
ഒരു 7ാം ക്ലാസ്സിലെ കുട്ടികളായിട്ട് ഒരു ഇതിന് പോയിരുന്നു. അവർ ആരും അറേഞ്ച് ചെയ്ത് മാഷന്മാർ ടീച്ചേഴ്സ് അറേഞ്ച് ചെയ്താണ്. അവർ ചോദ്യം ചോദിക്കുന്ന സെഷൻ. അപ്പോൾ നമ്മൾ ഈ ബയോളജിയും മെഡിസിൻ പോലെയുള്ള സംഗതികൾ കുട്ടികൾ ചോദ്യം ചോദിക്കും. അത് പക്ഷേ ഈ പുതിയ കരിക്കുലം ഇന്ന് ഏറ്റവും അധികം മോശമാണെന്ന് പറയുന്ന പുതിയ കരിക്കുലത്തിൽ കൂടെ വരുന്ന കുട്ടികളാണ്. അവരെന്ത് ഭംഗിയായിട്ടാണ് ചോദ്യങ്ങൾ ചോദിക്കുന്നതെന്ന് അറിയോ. അപ്പം അവരെ സ്വതന്ത്രമാക്കി വിട്ട് കഴിഞ്ഞാൽ they will ask questions. That will lead to better and better questions and new science and new discoveries. അതിനുള്ള വഴി മുടക്കാതിരുന്നാൽ മാത്രം മതി. ദാറ്റ് ഈസ് അപ്പോൾ ട്രാൻസാക്ഷൻ ഇൻ എ ക്ലാസ് റൂം അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സ്കൂൾ വിദ്യാഭ്യാസത്തിൽ. പിന്നെയുള്ളത് യൂണിവേഴ്സിറ്റികളുടെ സ്ഥിതി. യൂണിവേഴ്സിറ്റീസാണ് ശരിക്കും പല സ്ഥലത്തും യൂണിവേഴ്സിറ്റീസാണ്. ഇപ്പോൾ സിലിക്കോൺ വാലിയിലൊക്കെയുള്ള മേജർ യൂണിവേഴ്സിറ്റീസിൻ്റെ അടുത്താണ് ഇവരൊക്കെ സ്റ്റാർട്ടപ്പുകളൊക്കെ തുടങ്ങുക. ഏറ്റവും വലിയ ബയോടെക് സ്റ്റാർട്ടപ്സ് എല്ലാം തുടങ്ങുന്നത് സിലിക്കോൺ വാലിയിലുള്ള യൂണിവേഴ്സിറ്റി. അപ്പോൾ യൂണിവേഴ്സിറ്റിയിലുള്ള ആൾക്കാരുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ കിട്ടിയിട്ട് അല്ലെങ്കിൽ അവർ പോയി അവിടെ വർക്ക് ചെയ്യും, ചിലർ പാർട്ട് ടൈം ആയിട്ട്. അങ്ങനെയാണ് അവരെ ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇന്ന് നമ്മുടെ യൂണിവേഴ്സിറ്റീസോ പരീക്ഷ നടത്താനുള്ള കേന്ദ്രങ്ങളായി അതപ്പതിച്ചു പോയിരിക്കുന്നു എന്നുള്ളത്. ഇപ്പോൾ കുറച്ച് വ്യത്യാസം വന്നിട്ടുണ്ട്, ഇല്ലയെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ഇടയ്ക്ക് വെച്ച് പൂർണ്ണമായിട്ടും ഈ പരീക്ഷ നടത്തിപ്പ് കേന്ദ്രങ്ങൾ മാത്രം. ഇപ്പോൾ കുറച്ച് യൂണിവേഴ്സിറ്റീസ് കുറച്ചുകൂടെ സ്വതന്ത്രമായിട്ടുണ്ട് തോന്നുന്നു. S&T സ്പെൻഡിങ് എസ് പെർസെൻറ്റേജ് ഓഫ് GDP ഇതിൽ ഇന്ത്യയാണ് ഏറ്റവും 1% നമ്മൾ സ്പെൻഡ് ചെയ്യുന്നത്. ബാക്കി കമ്പയർഡ് ടു ഓൾ അതർ കൺട്രീസ് എത്രയോ കൂടുതൽ GDP-യുടെ, അവരുടെ GDP കൂടുതലാണെന്ന് ആലോചിക്കണം. ആ കൂടുതലുള്ള GDP-യുടെ അത്രയും ശതമാനം അവർ സ്പെൻഡ് ചെയ്യുന്നു. നമ്മൾ കുറവുള്ള GDP-യുടെ 1% സ്പെൻഡ് ചെയ്യുന്നത്. അതിൽ തന്നെ ആ ഫണ്ടിങ്ങിൽ തന്നെ നമ്മൾ നോക്കിയാൽ സ്പേസും അറ്റാമിക് എനർജിക്ക് വേണ്ടിയാണ് പൂർണ്ണമായിട്ടും ഏറ്റവും അധികം പോകുന്നത്. അതിൽ തന്നെ ബേസിക് സയൻസ് നിരുത്സാഹപ്പെടുത്തുകയാണ്. ബേസിക് സയൻസ് എന്ന് പഠിക്കണം, അതൊക്കെ സായിപ്പ് കണ്ടുപിടിച്ചോളൂ. അത് കഴിഞ്ഞ് നമ്മൾ വല്ല ആപ്ലിക്കേഷനും ഇവിടെ ചെയ്താൽ മതി. ഇന്ത്യയുടെ ഒരു പഴയ പ്രധാനമന്ത്രി തന്നെ പറഞ്ഞാണത്. വി ഡോണ്ട് ഹാവ് ടു റീഇൻവെന്റ് ദ വീൽ എന്ന് വൺ ഓഫ് ദി ഓൾഡർ പ്രൈം മിനിസ്റ്റേഴ്സ് പറഞ്ഞു. എന്ത് ശുദ്ധ മണ്ടത്തരാന്നൊന്ന് ആലോചിച്ച് നോക്കും. ബേസിക് സയൻസ് എവിടെ ശക്തി പ്രാപിക്കുന്നു അവർ മാത്രമേ എന്തും കണ്ടുപിടിക്കുള്ളൂ. അപ്പോൾ ബേസിക് സയൻസിന് വളരെ ഫണ്ടിങ് കുറവാണ് നമ്മുടെ. ആ ഫണ്ടിങ് കുറഞ്ഞുകൊണ്ട് ഇന്ന് പല റിസർച്ച് ലാബ്സും വളരെ CSIR ഒക്കെ വലിയ ഫണ്ടിങ് ക്രഞ്ചാണുള്ളത്. അവരോട് അതുകൊണ്ട് പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ പേറ്റന്റ് എടുത്ത് പൈസ ഉണ്ടായിക്കോ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മറ്റേ ഇതുണ്ടല്ലോ കോൺട്രാക്ട് വർക്കോ എന്തായാലും പറയുന്നൊരു വാക്കുണ്ട്, അങ്ങനെ പൈസ ഉണ്ടായിക്കോളൂ, ഞങ്ങൾ ഇത്ര പൈസ തരുള്ളൂ. റിസർച്ച് സ്കോളർഷിപ്സ്, റിസർച്ച് സ്കോളേഴ്സിൻ്റെ നമ്പർ വെട്ടിക്കുറച്ചിരിക്കുകയാണ് ഇപ്പോൾ. പിന്നെയുള്ളത് ശുദ്ധ ആൻറ്റി സയൻസ് പറയുക എന്നുള്ള. ഇന്റർനെറ്റ് ഡേറ്റ്സ് ബാക്ക് ടു മഹാഭാരതം എന്ന് പറയുന്ന ഒരു മുഖ്യമന്ത്രി പറയാണ് മഹാഭാരതത്തിൻ്റെ കാലത്ത് ഇന്റർനെറ്റ് ഉണ്ടായിരുന്നു. ഡാർവിൻസ് തിയറി ഈസ് റോങ്. നോബഡി സോ ആൻ ഏപ്പ് ടേണിംഗ് ഇൻ ടു മാൻ. എഡ്യൂക്കേഷൻ മിനിസ്റ്ററാണ്, യൂണിയൻ എഡ്യൂക്കേഷൻ മിനിസ്റ്റർ ആയിരുന്ന വ്യക്തിയാണ് പറയുന്നത്. ഇപ്പം അങ്ങനെ ആണോന്ന് അല്ല, അതൊന്ന് അന്ന് ആയിരുന്നു. അല്ലെങ്കിൽ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ മാറിയിട്ടാ ഇവല്യൂഷൻ കാണുന്നത്. ഇങ്ങനെ കണ്ട ഒരു കാര്യം ആക്കാം, മനുഷ്യൻ ഏപ്പായിട്ട് മാറുന്ന വേണമെങ്കിൽ അതിൻ്റെ ഒരു എക്സാമ്പിളായിട്ട് കണക്കാക്കാം. 2 യൂണിയൻ മിനിസ്റ്റേഴ്സ്, ഒരാളപ്പുറം ഒരാളിപ്പുറം, കോവിഡിന് മരുന്ന് കണ്ടുപിടിച്ചു എന്ന് പറഞ്ഞൊരു സാധനം, ഈ ഒരു ഇംഗ്ലീഷിലായിട്ട് പറയുന്ന വാക്ക് ഷാർലത്താനാണ്. അങ്ങനെയുള്ളൊരു പ്യുവർ ഫ്രോഡായിട്ടുള്ളൊരു മനുഷ്യൻ കോവിഡിന് മരുന്ന്, 2 യൂണിയൻ മിനിസ്റ്റേഴ്സ് അപ്പുറം. ഒഫീഷ്യലായിട്ട് തന്നെ ഈ ആൻറ്റി സയൻസ് ഉണ്ടാക്കിയെടുക്കുന്ന എയറോനോട്ടിക്സ് ഇൻ വൈമാനിക ശാസ്ത്രം പണ്ട് കാലത്ത് ഉണ്ടായിരുന്നു. ഇത് ഇന്ത്യൻ സയൻസ് കോൺഗ്രസിൽ അവതരിപ്പിക്കുന്ന ലെക്ചേഴ്സും ഇതുമൊക്കെയാണ്. ഇന്ത്യൻ സയൻസ് കോൺഗ്രസ് ഒന്ന് ആലോചിച്ച് നോക്കൂ. വേറെ ഒരു രാജ്യത്താണെങ്കിൽ, അമേരിക്ക പോലെയുള്ള രാജ്യത്താണെങ്കിൽ അവരെല്ലാവരും ഇറങ്ങിപ്പോവും. അപ്പം ഓൾ ദി സയൻറ്റിസ്റ്റ് വിൽ ജസ്റ്റ് വാക്ക് ഔട്ട്.
ദേ നെവർ സിറ്റ് ഇൻ ദാറ്റ്. ഇവിടെ പക്ഷെ എല്ലാവരും ഭയഭക്തി ബഹുമാനത്തോടെ ഇരുന്നോളും. അത് മാത്രമല്ല, മറ്റു വശമുണ്ട്, ഒരു മറുവശമുണ്ട്. മറുവശത്ത് ഇപ്പോൾ ന്യൂട്രിനോ പ്രോജക്റ്റ് എന്ന് പറഞ്ഞാൽ പശ്ചിമഘട്ടം മുഴുവൻ തകർന്നു പോകും. അതിൻ്റെ ഉള്ളിൽ കൂടെ ടണൽ, അതിൻ്റെ ഭാഗമായിട്ട് ടണൽ ചെയ്ത് ന്യൂട്രിനോ എന്തോ ഭയങ്കര ന്യൂട്രോൺ ബോംബാണെന്ന് വിചാരിക്കും ന്യൂട്രിനോ എന്ന് പറഞ്ഞ സാധനം. ഈ അത്തരത്തിലുള്ള ഇത് മറുവശത്ത് അതും ഇതൊക്കെ തന്നെ ആൻറ്റി സയൻസ് ഐഡിയാസാണ്. ആ ആൻറ്റി സയൻസ് ഐഡിയാസിനെ വേണ്ട രീതിയിൽ നമ്മൾ കൗണ്ടർ ചെയ്യുന്നുണ്ടോ എന്നുള്ള പ്രശ്നം. കൗണ്ടർ ചെയ്യുന്നില്ല എന്ന് മാത്രമല്ല, പലപ്പോഴും മെയിൻ സ്ട്രീം മീഡിയ ആണ് ഇത് കൊണ്ട് നടക്കുന്നത്. പക്ഷേ യു വോണ്ട് സീ തിങ്സ് ലൈക്ക് ദിസ് ഇൻ ഒരു ന്യൂയോർക്ക് ടൈംസിലോ വാഷിങ്ടൺ പോസ്റ്റിലോ ഇങ്ങനെ ഉള്ള സാധനങ്ങളൊക്കെ പ്രോമിനൻ്റ് ആയിട്ട് കൊടുക്കില്ല അവർ. ഉണ്ടെങ്കിൽ തമാശയാക്കിയിട്ട് എവിടെയെങ്കിലും കൊടുക്കും. പക്ഷെ ദേ മേ ബി ടാബ്ലോയിഡ്സ് ഒക്കെ ഉണ്ട്, അവിടെയൊക്കെ ഉണ്ട്. അതൊക്കെ അതിൽ വരും, വാട്സപ്പിൽ വരും. ഇവിടെ മെയിൻ സ്ട്രീം മീഡിയ പോലും, നമ്മുടെ കേരളത്തിൽ തന്നെയുള്ള മെയിനായിട്ടുള്ള പത്രങ്ങളൊന്നും ആലോചിച്ച് നോക്കൂ. അവർ ഇങ്ങനത്തെ സാധനങ്ങൾ എന്തെല്ലാം കൊടുക്കാറുണ്ട്. ഞാൻ എപ്പോഴും കാണാറുണ്ട്. വളരെ സെലിബ്രേറ്റഡ് ആയിട്ടുള്ള ഒരു ഇൻ്റലക്ച്വലാണ്. കോവിഡ് വാക്സിൻ എന്ന് പറഞ്ഞാൽ അത് ഇവർ മെഡിക്കൽ എക്സ്പെരിമെൻറ്റ്സ് ആണ്, നാസി എക്സ്പെരിമെൻറ്റ്സ് പോലെയുള്ളതാണ്. ഈ കോവിഡ് വാക്സിൻ ഉള്ളതുകൊണ്ട് മാത്രമാണ് എനിക്ക് തോന്നുന്നു ഈ ഹാളിൽ ഇത്രയും പേര് ഇപ്പോഴും ഇരിക്കുന്നത്. അല്ലെങ്കിൽ കുറേ പേരെങ്കിലും നമ്മൾ വേറെ ലോകത്തിലിരുന്ന് കാണേണ്ടി വരും ഇതിങ്ങനെ ഒരു മീറ്റിംഗ് ഇവിടെ നടക്കുന്നുണ്ട് എന്നുള്ളത്. ഭാവി, ലാസ്റ്റ് സ്ലൈഡ്. അപ്പോൾ ഈ പറഞ്ഞതിൻ്റെ തുടർച്ച തന്നെയാണ്. ഭാവി എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് ഞാൻ കാണുന്ന സംഗതി സ്കൂളിലെ വിദ്യാഭ്യാസ നിലവാരം, അതിൻ്റെ രീതി, അതിൽ വരുത്തുന്ന മാറ്റങ്ങൾ, വിമർശനാത്മകമായിട്ടുള്ള ചിന്ത കുട്ടികളിൽ വളർത്തുക. കുട്ടികൾ കുറച്ചുകൂടെ സ്വതന്ത്രമായി അവർ വിമർശിക്കട്ടെ, അവരുടെ അഭിപ്രായങ്ങൾ പറയട്ടെ, അതിനുള്ള സ്വാതന്ത്ര്യം കൊടുക്കണം. അതിൽ നിന്നാണ് സയൻസും മറ്റും വളരുള്ളൂ. ലബോറട്ടറികൾ ചെയ്തു നോക്കാനുള്ള അവസരങ്ങൾ കൂടുതൽ നൽകുക. യൂണിവേഴ്സിറ്റികളിലേക്ക് ഗവേഷണം വളരെ മുൻപന്തിയിലുള്ള ഒരു മുൻഗണനയാക്കിയിട്ട് യൂണിവേഴ്സിറ്റികളിൽ മാറ്റുക. ഫണ്ടിങ് അറ്റ്ലീസ്റ്റ് ഒരു 3% ഓഫ് GDP എങ്കിലും ആക്കി സയൻറ്റിഫിക് റിസർച്ചിനുള്ള, അതിൽ തന്നെ ബേസിക് സയൻസിന് മുൻഗണന നൽകിക്കൊണ്ടുള്ള ഒരു മുൻഗണനാ ക്രമീകരണം, അടിസ്ഥാന ഗവേഷണങ്ങൾക്ക് ബേസിക് സയൻസിന് പ്രോത്സാഹനം, അന്ധവിശ്വാസങ്ങൾ, തട്ടിപ്പുകൾ എന്നിവയൊക്കെ എതിർത്ത് തോൽപ്പിക്കാനുള്ള, അത് ഒരു ഗവൺമെൻറ്റോ ഒരു മാത്രം വിചാരിച്ചാൽ നടക്കുന്ന കാര്യമല്ല, അതൊരു സോഷ്യൽ മൂവ്മെൻ്റ് ആയിട്ട് തന്നെ വളർന്ന് വരേണ്ട ഒരു കാര്യമാണ്. പിന്നെ ജവഹർലാൽ നെഹ്റു പറഞ്ഞ ക്രിട്ടിക്കൽ ടെമ്പർ ഓഫ് സയൻസ്, അത് വിമർശനാത്മക ശാസ്ത്രബോധം, അത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിലൊക്കെ ഇപ്പോൾ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷേ അത് ഒരു യാഥാർത്ഥ്യമാക്കി മാറ്റുക എന്നുള്ളത് വഴി മാത്രമേ, അത് ജനറലായിട്ട് എല്ലാവർക്കും ആ ഒരു ബോധം, ഒരു സയൻറ്റിഫിക് തിങ്കിങ് ഓർ സയൻറ്റിഫിക് ടെമ്പർ വളർത്തിയെടുക്കുക വഴി മാത്രമേ നമുക്ക് ഇനിയും മുന്നേറാൻ വേണ്ടി കഴിയുള്ളൂ. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. താങ്ക് യു. ലോകത്തിൽ അങ്ങോളം ഇങ്ങോളം ശാസ്ത്രം പുതിയ വഴികളിലൂടെ സഞ്ചരിക്കുമ്പോൾ ഇന്ത്യക്ക് മാത്രം അതിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ മെഷീൻ ലേണിംഗ് അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ, ഒരു കാലത്ത് സൈനിക ശക്തി പ്രബലമായിരുന്ന രാജ്യങ്ങൾ ലോകത്തെ മുഴുവൻ തങ്ങളുടെ മേധാവിത്വത്തിന് കീഴിൽ അടിച്ചമർത്തിയിരുന്നത് പോലെ ഭാവിയിൽ ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ കാര്യത്തിൽ അല്ലെങ്കിൽ അതുപോലുള്ള വിവരങ്ങളുടെ വിജ്ഞാനത്തിൻ്റെ കാര്യത്തിൽ മേധാവിത്വം പുലർത്തുന്ന രാജ്യങ്ങൾ ഏതെങ്കിലും ഉണ്ടെങ്കിൽ അത് പുതിയ രീതിയിൽ ഒരു കോളനിവൽക്കരണം തന്നെ ഭാവിയിൽ നടത്താൻ സാധ്യതയുണ്ട് എന്ന് നാം വിശ്വസിക്കപ്പെടുന്നൊരു കാലഘട്ടത്തിൽ ശാസ്ത്രം ഇന്ത്യയിൽ അന്നും ഇന്നും നാളെ എന്നുള്ള ഒരു വിഷയം അവതരിപ്പിക്കുമ്പോൾ ആ ഭാഗത്തെ പരാമർശിക്കപ്പെടാതെ പോകുന്നത് അപൂർണമായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. ഭാവിയിൽ മെഷീനിൽ വെച്ച് റോബോട്ടിനെ പോലെ ലാബറട്ടറിക്കുള്ളിൽ ന്യൂട്ടനെയും അതുപോലെ ഐൻസ്റ്റീനെയും സൃഷ്ടിക്കാൻ പോകുന്ന തരത്തിലേക്ക് ശാസ്ത്രം വികസിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നാം ഇപ്പോഴും പഴയ ഒരു പാറ്റേണിൽ നിന്നുകൊണ്ട് മാത്രം വിഷയങ്ങൾ അവതരിപ്പിക്കുകയും
സമീപിക്കുകയും ചെയ്താൽ മാത്രം മതിയോ എന്നുള്ളതാണ് എൻ്റെ ഒരു ചോദ്യം. അമേരിക്കയെക്കാട്ടിലും ഇത് നാളെ ഇലോൺ മാസ്കും മറ്റേ ഫേസ്ബുക്കിന്റെ മേധാവിയും ഇവരുമൊക്കെ കൂടുതൽ പവർഫുൾ ആയിട്ടുള്ള, രാജ്യങ്ങളെക്കാൾ പവർഫുൾ ആയിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു ഭാവി, അതിലേക്കായിരിക്കും ഒരു പക്ഷെ നമ്മൾ പോകുന്നത്. അപ്പൊ അതിൽ തീർച്ചയായിട്ടും നമ്മൾ പിന്നോക്കം പോകുന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. അത് ഞാൻ പറഞ്ഞതിൻ്റെ ഒരു സ്വാഭാവികമായി അതിലേക്കാണ് പോകുന്നതെന്നുള്ളതാണ് ഞാൻ വിചാരിച്ചത്. പ്രത്യേകം എടുത്ത് പറയേണ്ട ഒരു ആവശ്യം തോന്നിയില്ല. ഈ മാനവികത വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രമേ ഡെമോക്രസിയും ഇഗാലിറ്റേറിയനിസം ഒക്കെ വരുള്ളൂ. ആ എലിമെന്റും കൂടി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രമല്ലേ ശാസ്ത്രീയത പൂർണ്ണമാവുള്ളൂ. എല്ലാ കാര്യങ്ങളും പറയാന്നുള്ളതല്ല എൻ്റെ ഉദ്ദേശം. സയൻസിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് സംസാരിക്കാനുള്ള സ്വാഭാവികമായിട്ടും വേണം. അത് വേറെ തന്നെ ഒരു ഇഷ്യൂ ആണ്. അതാണ് ഞാൻ അതിനിടയ്ക്കൊന്ന് പറഞ്ഞത്. ഐൻസ്റ്റീൻ്റെയും മറ്റേ ടെല്ലറുടെയും ചിത്രം കാണിച്ചപ്പോൾ ഞാൻ പറഞ്ഞതും അതാണ്. അത് വേറെ ഒരു വിഷയമാണ്. സയൻസ് എന്ന് പറയുന്നത് മാത്രം പോരാ, അതെങ്ങനെ യൂസ് ചെയ്യപ്പെടുന്നു എന്നുള്ള വലിയ വേറെ ഒരു മോറൽ എത്തിക്കൽ ഇഷ്യൂസ് വേറെ ഉണ്ട്. അത് എല്ലാം കൂടെ പറയാൻ പറ്റില്ലല്ലോ. തീർച്ചയായിട്ടും ഉണ്ട്, അതൊരു ഫാക്റ്റാണ്. ഉണ്ട്. ശാസ്ത്രം എപ്പോഴും അധികാരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. പവർ. ഒരു ഘട്ടത്തിൽ ഹാരപ്പ, മോഹൻജദാരോ തുടങ്ങിയിട്ടുള്ള കാലഘട്ടത്തിലെ ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിലുണ്ടായിട്ടുള്ള സങ്കേതങ്ങളുടെ വളർച്ചയെക്കുറിച്ച് സാറ് പറയണ്ടേ, ഉണ്ടായി വന്ന നാഗരികത, അവിടെ നിന്ന് ഗോൾഡൻ ഏജ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ബുദ്ധ ജൈന മത കാലഘട്ടം. ഇവിടെ ശരിക്കും ഈ ബുദ്ധ ജൈന മത കാലഘട്ടത്തിൽ ശരിക്കും ശാസ്ത്രത്തിനെ, അല്ലെങ്കിൽ അക്കാലത്ത് പ്രചരിച്ചിരുന്ന ശാസ്ത്രത്തിനെ, അക്കാലത്തെ അധികാരം കൃത്യമായി നിർവചിക്കുകയും സഹായിക്കുകയും ചെയ്തിട്ടുണ്ട്. പിന്നീട് എന്തുകൊണ്ട് അധികാരത്തിന് ശാസ്ത്രത്തെ സഹായിക്കാൻ കഴിയാതെ പോയി എന്ന ഭാഗത്ത് സാറിന്റെ വിശദീകരണം ഉണ്ടായില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ല, എവിടെ വെച്ചാണ് ശാസ്ത്രവും അധികാരവും വഴിപിരിഞ്ഞത്? നമ്മൾ ആധുനിക കാലഘട്ടത്തിൽ നമ്മൾ സയൻസ്, അതിൻ്റെ വളർച്ച, അതിനു വേണ്ടിയുള്ള പ്ലാനിങ് എന്നൊക്കെ പറഞ്ഞാൽ നമുക്കിപ്പോൾ ചിന്തിക്കാം. അന്നത്തെ കാലത്ത് അങ്ങനെയൊന്നും ചിന്തിച്ചു പോലും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് നോളജിൻ്റെ വളർച്ച എന്നുള്ളതിലപ്പുറം അധികാര വർഗം അല്ലെങ്കിൽ അധികാരികളായിട്ടുള്ളവർ ഒരു പ്ലാനിങ് ആയിട്ട് ഇന്ന ശാസ്ത്രം വളർത്തണം എന്നൊന്നും ആലോചിച്ചിട്ടുണ്ടാവില്ല. പക്ഷേ വന്നിട്ടുള്ള വ്യത്യാസം എനിക്ക് തോന്നുന്നത്, ഈ സയൻസിന് വളരാനുള്ള സാഹചര്യങ്ങൾ അക്കാലത്ത് സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ പിന്നീട് അത് നിഷേധിക്കപ്പെട്ട ഒരു കാലഘട്ടത്തിലേക്ക് പോയപ്പോൾ സ്വാഭാവികമായിട്ടും അത് തളർന്നു പോയി എന്നുള്ളതാണ് എൻ്റെ ഒരു ഇൻ്റർപ്രിട്ടേഷൻ. താങ്കൾ തുടക്കത്തിൽ പറയുണ്ടായി പ്ലാസ്റ്റിക് സർജറി ആദ്യമായി ഇന്ത്യയിലാണ് നടത്തുന്നത്. അപ്പോൾ 2015 ബോംബെയിൽ ഒരു ലോക ശാസ്ത്ര സമ്മേളനം ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ അന്നത്തെ ഒരു കേന്ദ്രമന്ത്രി പറയുണ്ടായി ഇതേ കാര്യം തന്നെ ലോകത്തിൽ ആദ്യമായി പ്ലാസ്റ്റിക് സർജറി നടന്ന ഇന്ത്യയിലാണ്. അതിന് അദ്ദേഹം ഉദ്ധരിച്ചത് അല്ലെങ്കിൽ ഉദാഹരണമായി കാണിച്ചത് ഗണപതിയായിരുന്നു. അപ്പോൾ ശാസ്ത്രത്തിലുണ്ടായിരുന്ന ഒരു ചെറുപ്പക്കാരനായ ഒരു അമേരിക്കൻ സയൻറ്റിസ്റ്റ് അത് ചോദ്യം ചെയ്തു. അതായത് അദ്ദേഹം വിശദീകരണം ആവശ്യപ്പെട്ടു. അതായത് പ്ലാസ്റ്റിക് സർജറി ആണെങ്കിൽ എന്തുകൊണ്ട് താങ്കൾ തന്നെ സൂചിപ്പിച്ച പോലെ അവിടെ നിന്നൊക്കെ മാറ്റങ്ങൾ വരുത്തി യഥാർത്ഥ രൂപം വരുത്തുന്നതാണ്. ഇപ്പോൾ ഗണപതിയുടെ കാര്യത്തിൽ അത് ഉണ്ടായിട്ടില്ല. എന്തുകൊണ്ട് അങ്ങനെ മാറ്റാൻ പറ്റിയില്ല? അപ്പോൾ പ്ലാസ്റ്റിക് സർജറി ആണോ അല്ല അവയവ മാറ്റമാണോ എന്ന് അദ്ദേഹം ചോദിച്ചു. അപ്പോൾ അതിനാർക്കും അന്ന് മറുപടി പറയാൻ പറ്റിയില്ല. അക്കാര്യത്തിലുള്ള താങ്കളുടെ നിലപാടെന്താണ്? മറ്റൊന്ന്, താങ്കൾ ഇത് പറഞ്ഞു മഹാത്മാഗാന്ധി ശാസ്ത്രത്തിനൊക്കെ എതിരായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യ കസ്തൂർബ ഗാന്ധി മരിക്കാനുള്ളൊരു കാരണം പെൻസിൽ ഇഞ്ചക്ഷൻ കൊടുക്കാൻ വിസമ്മതിച്ചതായിരുന്നു. അന്ന് ഡോക്ടർ പറഞ്ഞ് പെൻസിൽ ഇഞ്ചക്ഷൻ കൊടുത്ത് അദ്ദേഹം രക്ഷപ്പെടുന്നു. അപ്പോൾ അത്തരത്തിലുള്ളൊരു മനോഭാവത്തിൻ്റെ അല്ലെങ്കിൽ ഒരു മഹാത്മജിയുടെ ശിഷ്യനായ ജവഹർലാൽ നെഹ്റു ശാസ്ത്രത്തിനും സാങ്കേതിക വിദ്യയൊക്കെ ഇത്ര വലിയ പ്രാധാന്യം നൽകി രാജ്യത്തെ മുന്നോട്ട് നയിക്കാൻ കാരണം എന്തായിരുന്നു? മഹാത്മാഗാന്ധി പറയുന്ന എല്ലാ സംഗതികളും എനിക്ക് അക്സെപ്റ്റബിൾ ആണെന്ന് നെഹ്റു ഒരിക്കലും പറഞ്ഞിട്ടില്ല. അത് ഗാന്ധിജിക്കും അറിയായിരുന്നു. ഗാന്ധിജിയും പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ തമ്മിൽ രൂക്ഷമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്, പക്ഷെ എന്നാൽ പോലും ജവഹർലാൽ നെഹ്റുവാണ് ഇന്ത്യയിലെ പ്രധാനമന്ത്രി ആവാനായിട്ടും പറ്റിയ ആളെന്ന് ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട് ഗാന്ധി. അപ്പോൾ അത്തരത്തിലുള്ളൊരു ശിഷ്യനൊന്നും ആയിരുന്നില്ല നെഹ്റു ഒരിക്കലും. ഈ വിയോജിച്ചുകൊണ്ട് തന്നെയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ വിയോജിപ്പുകൾ വളരെ
ഓപ്പണായിട്ട് അന്നത്തെ കാലത്ത് ഇവർ സൗഹൃദം വെടിയാതെ തന്നെ ഈ വിയോജിപ്പുകൾ ഇവരൊക്കെ പറഞ്ഞിരുന്നു. ടാഗോർ ഒരിക്കൽ ഈ കർഷകരെ ബീഹാറിലൊരു വെള്ളപ്പൊക്കം വന്ന സമയത്ത് അപ്പോൾ ഗാന്ധിജി അവിടെ പോയിട്ട് വന്ന് പറഞ്ഞു, നല്ല ഉദ്ദേശത്തോടെയാണ് പറഞ്ഞത്, നിങ്ങൾ ഈ ജാതി ചിന്തയും ഇതുമൊക്കെ ഉള്ളതുകൊണ്ടാണ് വെള്ളപ്പൊക്കം വന്നതെന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് നിങ്ങൾക്ക് വെള്ളപ്പൊക്കം വന്ന് കെടുതിയൊക്കെ വന്നത്. അപ്പോൾ അതിനെ നിശിതമായി വിമർശിച്ചുകൊണ്ട് ടാഗോറിൻ്റെ ഒരു ലെറ്ററുണ്ട് ഗാന്ധിക്ക്. അതിൽ റാഷണൽ തോട്ടും ഇതും കൈവടിയുന്നതിൻ്റെ ഡേഞ്ചറിനെ പറ്റി, അതൊരു ക്ലാസിക്കാണ് ആ ഒരു ലെറ്റർ. അപ്പം അത്തരത്തിൽ അവരൊക്കെ തന്നെ തമ്മിൽ വിയോജിക്കും ഇതൊക്കെ ചെയ്തിരുന്നു. മറ്റത് ഗണപതിയുടെ തല ഇതെന്നൊക്കെ പറഞ്ഞാൽ ശുദ്ധ ഈ മണ്ടത്തരങ്ങൾ എന്തെങ്കിലും വിളിച്ചു പറയുന്നത് നമുക്ക് അതിനൊക്കെ റെസ്പോണ്ട് ചെയ്യാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. അതിൽ കാരണം വസ്തുതാവിരുദ്ധമാണെന്നുള്ളതാണ് ഏറ്റവും പ്രധാന സംഗതി. അങ്ങനെയുള്ള ഒരു ചുക്കും സംഭവിച്ചിട്ടില്ല ഇന്ത്യയിൽ അന്നത്തെ കാലത്ത്. ഇന്നത്തെ വിഷയം ശാസ്ത്രം ഇന്ത്യയിൽ അന്നും ഇന്നും നാളെയും. അതിനെ സംബന്ധിച്ചാണ് നാളെയും എന്ന് പറയുമ്പോൾ അൺബോൺ ടുമാറോസ് ഡെഡ് യെസ്റ്റർഡേയ്സ് വൈ വി ബോദർ അബൌട്ട് ദം ഇഫ് ടുഡേ ബി സ്വീറ്റ് എന്നൊരു വചനമുണ്ട്. അപ്പോൾ അൺബോൺ ടുമാറോസിനെ സംബന്ധിച്ച് എങ്ങനെ നമുക്ക് പറയാൻ കഴിയും, ശാസ്ത്രത്തിന് പറയാൻ കഴിയുമോ എന്നുള്ളതാണ്. അതായത് ഞാൻ വിശ്വസിക്കുന്നു പ്രപഞ്ചം ഈശ്വര സൃഷ്ടിയാണ്, അതിനെ സംബന്ധിച്ചുള്ള പഠനം മാത്രമേ ശാസ്ത്രമുള്ളൂ. പ്രപഞ്ചം ഈശ്വര സൃഷ്ടിയാണ്, അതിനെ സംബന്ധിച്ചുള്ള പഠനമാണ് ശാസ്ത്രം. അല്ലാതെ ശാസ്ത്രം അന്തിമമല്ല, അത് ഇങ്ങനെ തുടർന്നുകൊണ്ട് പോകും. അപ്പം നാളെയും എന്നുള്ള അതിൽ എനിക്കൊരു അഭിപ്രായ വ്യത്യാസം ഉണ്ട് സർ. അതുകൊണ്ട് എന്താണെന്ന് അറിഞ്ഞൂടാ, പ്രായാധിക്യം കൊണ്ടായിരിക്കുമെന്ന് വിചാരിക്കും. ഉദ്ദേശിച്ചത് നമുക്ക് നമ്മുടെ കൺട്രോളിലും കൂടെയാണ് നാളെ എന്നാണ് എൻ്റെ വിശ്വാസം. അത് താങ്കളുമായിട്ട് പൂർണ്ണമായിട്ട് യോജിക്കുന്നില്ല. നമുക്ക് കൂടെ നമ്മുടെ ഭാവി നിർണ്ണയിക്കുന്നതിൽ ഒരു പങ്കുണ്ട് എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ ആ പങ്കനുസരിച്ച് എന്തെല്ലാമാണ് നമ്മൾ ചെയ്യേണ്ടതെന്നുള്ളൊരു ബ്ലൂ പ്രിൻ്റ് നമ്മളെപ്പോഴും പ്ലാൻ ചെയ്യുന്നുണ്ടല്ലോ. അപ്പം അത്തരത്തിലൊരു പ്ലാനിങ് ആയിട്ട് കൂട്ടിയാൽ മതി. അതായത് സയൻസിൻ്റെ വളർച്ച നാളെ എന്ന് വരുമ്പോഴേക്ക് ഇപ്പോൾ നമ്മൾ വളർന്ന് അൽഗുരിത അല്ലെങ്കിൽ നമ്മുടെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് മനുഷ്യനെ കവറ്റി വെക്കാവുന്ന അവസ്ഥയിലേക്ക് ശാസ്ത്രം വളർന്നു കഴിഞ്ഞാൽ മനുഷ്യൻ്റെ അവസ്ഥയിൽ എന്ത് സംഭവിക്കുമെന്ന് കൂടെ ഒന്ന് പറഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. അതിൽ പറയാൻ മാത്രം കോമ്പിറ്റൻ്റ് അല്ല ഞാൻ. നാളെ എന്ന് പറയുന്ന ഈ ടെക്നോളജീസ്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ടെക്നോളജീസ് ഏത് തരത്തിലുള്ള നാളെയാണ് കൊണ്ടുവരാൻ പോകുന്നതെന്നുള്ളതിനെപ്പറ്റി ഇതിനെപ്പറ്റി ഈ സബ്ജക്റ്റിനെ പറ്റി വല്ലാത്ത അറിയാത്ത എനിക്ക് വലിയ പിടിയില്ല എന്നും, പക്ഷേ ഇതിനെപ്പറ്റി അറിയുന്ന ആൾക്കാർക്കും വലിയ പിടിയൊന്നുമില്ല എന്താണ് സംഭവിക്കാൻ പോകുന്നത് നാളെ എന്നുള്ളത്. അതാണ് അതിനെപ്പറ്റി ഒരുപാട് ചർച്ച ചെയ്ത് നമ്മൾ സമയം കളയണ്ട, നമുക്ക് നോക്കാം എങ്ങനെന്താ സംഭവിക്കുന്നതെന്നുള്ളത്. എൻ്റെ ഡൗട്ട് എന്താന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ അത്രമാത്രം ലോട്ട് ഓഫ് റോ മെറ്റീരിയൽസ് ആൻഡ് എവറിതിങ് ഇസ് ദെയർ. ചൈന, ഈവൻ ഈ മതപരമായി ചിന്തിക്കുന്ന സൗദി അറേബ്യ പോലും ഇപ്പം ഭയങ്കരമായിട്ട് ഉയർന്ന ഒരു ലെവലിലേക്കാണ് അവരൊക്കെ പോകുന്നത്. പക്ഷെ ഈവൻ ഇന്ന് പോലും നമ്മളും മതപരമായിട്ടൊക്കെ ചിന്തിക്കുന്നുണ്ട്, പല മതത്തിലോട്ട് പോകുന്നുണ്ട്, അതിൻ്റെ വ്യൂ നമ്മൾ എടുക്കുന്നുമുണ്ട്. പക്ഷേ നമ്മൾ എന്നിട്ടും ഡൗണായിട്ട് തന്നെയാണ് പോകുന്നത്. നമ്മൾ അയൽരാജ്യമായ ചൈനയൊക്കെ എവിടെയോ എത്തുമ്പോഴും നമ്മൾ ഇനിയും എത്രയോ അങ്ങനെ പോകുന്നില്ല. അപ്പോൾ അതെന്ത് എഡ്യൂക്കേഷനിൽ വരുത്തേണ്ട ഒരു മാറ്റമല്ലേ അത് ശാസ്ത്രത്തിന്? തീർച്ചയായിട്ടും ഞാൻ അതാണ് അതിനെ ഏറ്റവും പ്രധാനമായിട്ട് കാണുന്ന എഡ്യൂക്കേഷൻ തന്നെയാണ്. അതിലെങ്ങനെ നമ്മൾ സയൻസിനെ കൂടുതൽ പ്രാമുഖ്യം കൊടുക്കണം. അതിൽ തന്നെ അത് ഫെസിലിറ്റേറ്റ് ചെയ്യണമെങ്കിൽ ഞാൻ വീണ്ടും പറയട്ടെ, അതിൽ ക്രിട്ടിക്കൽ തിങ്കിങ് വളർത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാന സംഗതി. സ്വന്തമായി ചിന്തിക്കാനും സ്വന്തമായി ക്രിയേറ്റീവ് ഐഡിയാസ് കൊണ്ടുവരാനൊക്കെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കുക എന്നുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത്. നമ്മുടെ എക്സാം സിസ്റ്റം ഒന്നും അതേ വിധത്തിലല്ലല്ലോ. അല്ല, അത് എക്സാം അടക്കം എല്ലാം മാറ്റണം. അപ്പോൾ അങ്ങനെയല്ലാതെ ഇന്ത്യയെ നമ്മൾ ആലോചിച്ച് നോക്കുമ്പോൾ നമ്മുടെ നാട് വീണ്ടും ഡൗൺ താഴോട്ട് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. മറ്റെല്ലാ വളരെ സങ്കുചിതമായി ചിന്തിക്കുന്ന, ഞാനിപ്പോൾ വിചാരിക്കും സൗദി പോലും ഭയങ്കരമായിട്ട് ഉയർന്നു വരുന്നു. നമുക്ക് മാത്രം ഇങ്ങനെ ഒരു അപായം പറ്റുന്നതിൻ്റെ കാരണം ചിന്തിക്കേണ്ടേ? സങ്കുചിതമായി ചിന്തിക്കുന്ന സൗദി എന്ന് പറയുന്ന സമയത്ത് തന്നെ അവിടെയുള്ള യൂണിവേഴ്സിറ്റികളൊന്നും അങ്ങനെ സങ്കുചിതമൊന്നും അല്ല. വളരെ ഫ്രീഡം കൊടുത്ത് വളരെ അവർക്ക് മാക്സിമം നല്ല
രീതിയിൽ തന്നെയാണ് പക്ഷെ യൂണിവേഴ്സിറ്റീസ് ഒക്കെ ആദ്യം അവരങ്ങനല്ല. അവിടെ നല്ല അല്ല ഇപ്പോ ഏതായാലും നല്ല യൂണിവേഴ്സിറ്റീസ് ഒക്കെ വളരെ ഫ്രീ ആൻഡ് ഇതാണ് അവിടെ. അതേപോലെ നമുക്കും അങ്ങനെ നമ്മളിപ്പോൾ ബുദ്ധമതം, ജൈനമതം, മറ്റു മതങ്ങളൊക്കെ ഉണ്ടെങ്കിലും ആധുനിക കാലത്തേക്ക് വരുമ്പോഴും നമ്മൾ ചിന്തിക്കാനുള്ള ഒരു കപ്പാസിറ്റി നമുക്ക് വേണ്ടേ? നമ്മുടെ രാഷ്ട്രത്തിനൊരു പുരോഗതി ഉണ്ടെങ്കിൽ ഉണ്ടാവണ്ടേ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതെന്നാണ് കുറച്ചാളുകളെങ്കിലും. താങ്ക് യു. വളരെ നല്ല ക്ലാസ് ആയിരുന്നു. താങ്ക് യു സർ മച്ച്. സാറ് കോളേജുകളെയും സ്കൂളുകളെയും അതിന് ചേർത്ത് പറഞ്ഞതുകൊണ്ടൊരു ചോദ്യമാണ്. സാറ് പറഞ്ഞ സ്വാതന്ത്ര്യം എന്നത് എന്ത് തരത്തിലുള്ള സ്വാതന്ത്ര്യമാണ് എന്ന് വിശദീകരിക്കേണ്ടതുണ്ട് അവിടെ. അപ്പോൾ ഞാനൊരു കോളേജിലെ ടീച്ചറായിരുന്നു. സ്വാതന്ത്ര്യം നല്ലോണം അനുഭവിച്ച കുട്ടികളാണ്. എന്തെങ്കിലും ഒന്ന് അവിടെ നിന്ന് പോസിറ്റീവായിട്ട് ഉണ്ടായി വന്നോ എന്ന്, അത് കഴിഞ്ഞു പോയിട്ടുണ്ടായോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. എനിക്ക് സംശയമുണ്ട്. അപ്പോൾ സ്വാതന്ത്ര്യം എന്ന വാക്കല്ല അവിടെ ഉപയോഗിക്കേണ്ടത്, ഏതർത്ഥത്തിലുള്ള സ്വാതന്ത്ര്യം. അപ്പോൾ ഒരു കാര്യം കൂടി അതിനകത്തുണ്ട് സാറിനോട് ചോദിക്കാൻ. രാഷ്ട്രീയ പ്രവർത്തനം എന്നത് കോളേജുകളെയും സ്കൂളുകളെയും ബാധിക്കുന്നുണ്ടോ? JNU പോലത്തെ ഇവരൊക്കെ മുന്നിൽ കണ്ടുകൊണ്ടോ ചോദിക്കുന്നത്. അത് ആ സ്വാതന്ത്ര്യം അതിൻ്റെ അക്കാദമിക നിലവാരത്തെ താഴോട്ട് കൊണ്ടുവരുന്നുണ്ടോ? ഞാൻ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞ ഉദ്ദേശിച്ച ചിന്താ സ്വാതന്ത്ര്യമാണ്. അല്ലാതെ നമ്മൾ ഈ പുറത്ത് കാണുന്ന സ്വാതന്ത്ര്യം എന്ന് പറയുന്ന കുറേ കാര്യങ്ങളല്ല. അതും വേണം എന്നാണ് എൻ്റെ അഭിപ്രായം. പക്ഷെ അതില്ലെങ്കിൽ പോലും ചിന്താ സ്വാതന്ത്ര്യം കൊടുക്കണം. നമ്മുടെ കരിക്കുലത്തിനുള്ളിൽ വളരെ ബൗണ്ടായി തളച്ചിട്ടിരിക്കുന്ന ആ രീതികളിൽ നിന്നുള്ള ബ്രേക്കിംഗ് അവേ ആണ്. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്, അല്ലാതെ മറ്റുള്ള അർത്ഥത്തിലൊന്നും അല്ല ഉദ്ദേശിച്ചത്. നമ്മുടെ യൂണിവേഴ്സിറ്റിക്കൊക്കെ ഇതിൽ നല്ലൊരു പങ്കില്ലേ? യൂണിവേഴ്സിറ്റി ശാസ്ത്രം വളരാത്തതിൽ നല്ലൊരു പങ്കില്ലേ? അവിടെയൊന്നും പുതിയ വർക്കുകൾ അധികം നടക്കുന്നില്ല. ഞാനൊരു PhD ഉള്ള ടീച്ചറാണ്. പുതിയ വർക്കുകളൊന്നും നടക്കുന്നില്ല. ഒരേ ടൈപ്പ് വർക്ക് പേരിന് ഫണ്ടിങ് വാങ്ങി നടക്കലാണ് മെജോറിറ്റി. എല്ലാവരും ഞാൻ പറയുന്നില്ല, വളരെ കുറച്ച് മാത്രമേ ഒതൻറ്റിക് ആയിട്ടുള്ള വർക്ക് നടക്കുന്നുള്ളൂ. അതിൽ രാഷ്ട്രീയത്തിനും ചെറിയൊരു പങ്കുണ്ട്. ഓവർ രാഷ്ട്രീയം അവിടെ വർക്കിനെ ബാധിച്ചിട്ടുണ്ട്. സാറിൻ്റെ അഭിപ്രായം എന്താണ്? അല്ല, ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് അത്ര വലിയ പരിചയമുള്ളൊരു ഫീൽഡല്ല നമ്മുടെ യൂണിവേഴ്സിറ്റീസിൽ. അപ്പോൾ തീർച്ചയായിട്ടും യൂണിവേഴ്സിറ്റീസിൽ പക്ഷേ ഈ അടുത്ത കാലത്ത് റീസെൻറ്റ് ടൈംസ് പർട്ടിക്കുലർലി ബയോളജിയിൽ ഞാൻ കണ്ടിട്ടുള്ള ഒരു പ്രവണത കുറച്ച് മെച്ചപ്പെട്ട വർക്ക് നടക്കുന്നുണ്ടെന്ന്, ബയോളജിക്കൽ ഫീൽഡ്സ്. മറ്റുള്ളത് എനിക്കറിയില്ല. ബയോളജിയിൽ ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് കുറേ നല്ല വർക്കൊക്കെ നടക്കുന്നുണ്ട്. അത് എന്തുകൊണ്ടാണെന്നും എനിക്ക് അറിയില്ല. പക്ഷേ എനിക്ക് തോന്നുന്ന ഒരുപാട് ഈ ഇൻ്റർനെറ്റ് വഴിയൊക്കെയുള്ള ലഭ്യത കൂടുതലുള്ളതുകൊണ്ടായിരിക്കാം. ഈ പലതരം മെറ്റീരിയൽ കൂടുതൽ കിട്ടുന്നതുകൊണ്ടായിരിക്കാം. പിന്നെ കുറേ പേര് പുറത്തെല്ലാം പഠിച്ച് PhD ചെയ്ത് വന്ന ഫാക്കൽറ്റി കൂടുതൽ വന്നിട്ടുണ്ട്. എന്തുകൊണ്ടോ ഞാൻ ഇപ്പോൾ ഈയിടെ അടുത്ത് ശാസ്ത്രാർത്ഥ പരിഷത്തിൻ്റെ ഒരു ഓൺലൈൻ മാസികയുണ്ട്, ലൂക്ക എന്ന് പറഞ്ഞ്. ലൂക്ക ഒരു സയൻസ് ലാം എന്ന് പറഞ്ഞൊരു പരിപാടി നടത്തിയിരുന്നു. ഗവേഷണ കുട്ടികൾ അവരുടെ ഗവേഷണം വിശദീകരിക്കുന്ന സംഗതി, സാധാരണ ആൾക്കാരോട് അവരുടെ ഗവേഷണം വിശദീകരിക്കാം. അപ്പോൾ അതിന് കുറേ പേപ്പേഴ്സ് വന്നിരുന്നു, കുറേ കുട്ടികൾ വന്ന്. ഞാൻ പ്രതീക്ഷിച്ചതിലും ഉയർന്ന നിലവാരമായിരുന്നു. എന്തുകൊണ്ട് എൻ്റെ ധാരണ ഈ പറയുന്ന പോലെ നമ്മുടെ യൂണിവേഴ്സിറ്റീസ് ഭയങ്കര മോശമാണ് എന്നുള്ളൊരു ധാരണ പോയത് കൊണ്ടായിരിക്കാം ഞാൻ പ്രതീക്ഷിച്ചതിലും വളരെ നല്ലതായിരുന്നു. പക്ഷെ അവിടെ നോട്ട് ചെയ്ത സംഗതി കൂടുതലും ബയോളജി ആയിരുന്നു. ബയോളജി രംഗത്താണ് മെച്ചമുള്ളത്. നമുക്ക് ഈ സയൻസിനോട് വലിയ ബഹുമാനം ഒരു കാലത്തും ഉണ്ടായിരുന്നില്ല. ഒരു കാലത്ത് വെച്ചാൽ ഏതെങ്കിലും ഒരു ഭരണകൂടമോ ഏതെങ്കിലും ഒരു പ്രത്യേക സംസ്ഥാനമോ അല്ലെങ്കിൽ കേന്ദ്രം ആര് ഭരിക്കുന്നതെന്ന് നോക്കിയിട്ടൊന്നല്ല ഞാൻ ഈ പറയുന്നത്. ഒറ്റ എക്സാമ്പിൾ, അവിടെ ഒരാളെ ചിത്രം കാണിച്ചില്ലേ, GN രാമേന്ദ്രൻ എന്നുള്ള. അയാൾ മട്ടാഞ്ചേരിയിലെ ഒരു ഗവൺമെൻറ് സ്കൂളിൽ പഠിച്ച ആളാണ്. അയാളുടെ ഒബിച്വറിയിൽ ഇൻ്റർനെറ്റിൽ പറയുന്നത് ഇന്ത്യയിലെ ഒരു നോബൽ ക്ലാസ് സയൻറ്റിസ്റ്റ് എന്ന്. ആ വാക്കതാണ്, ഏതോ ഒരു ഇംഗ്ലീഷുകാരുടെ വാക്കാണ്. അപ്പം നോബൽ പ്രൈസ് കിട്ടിയിട്ടില്ല അദ്ദേഹത്തിന്. 30-ാം വയസ്സിലാണ് CV രാമൻ അദ്ദേഹത്തോട് മദ്രാസ് യൂണിവേഴ്സിറ്റിയിലെ ആ ഡിപ്പാർട്ട്മെൻറ്റ് ചാർജ് എടുക്കാൻ പറയുന്നത്. എന്തോ സാങ്കേതിക കാരണം കൊണ്ട് CV രാമനും മദ്രാസ് യൂണിവേഴ്സിറ്റിയുടെ ആ സാമ്പത്തിക സ്വാതന്ത്ര്യം കൂടിയുള്ള ആ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ചാർജ് എടുക്കാൻ വയ്യാത്തതെന്ന് ഇദ്ദേഹത്തോട് ആവശ്യപ്പെട്ടിട്ട് ഇദ്ദേഹം ചെയ്യുന്നത്. ഇദ്ദേഹത്തിൻ്റെ ഈ അഗ്നിച്ചിറകൾ എന്ന പുസ്തകം എഴുതിയോണ്ടും മറ്റും നമുക്കറിയാം, ഒരു ടെക്നോക്രാറ്റ് മാത്രമായ കലാമിനെ CV രാമന് ശേഷം ഏറ്റവും വലിയ ശാസ്ത്രജ്ഞനായി കൊണ്ടാടുന്ന നമ്മുടെ സ്കൂൾ കോളേജ് വിദ്യാർത്ഥി സമൂഹങ്ങളുണ്ടല്ലോ, അവരാരും GN രാമേന്ദ്രനെ പറ്റി കേട്ടില്ല. അദ്ദേഹത്തിൻ്റെ പേരിൽ മട്ടാഞ്ചേരി സ്കൂളിൽ ഒരു ഹാള് പോലുമില്ല. അദ്ദേഹം ഒരാൾ കാരണമാണ് നമ്മൾ ഈ CT സ്കാനും MRI സ്കാനും ഇപ്പം ഇൻ്റർപ്രറ്റ് ചെയ്യുന്നത്. അദ്ദേഹം ഫിസിസിസ്റ്റാണ്. അദ്ദേഹം 71-ലാണ്
അദ്ദേഹം ഫോറിയർ ട്രാൻസ്ഫോം ഉപയോഗിച്ചിട്ട് ഈ ഇമേജ് റീകൺസ്ട്രക്ഷൻ്റെ ഒരു സാധനം കൊണ്ടുവന്ന്. അല്ലാണ്ട് മാഗ്നറ്റിക് റെസൊണൻസ് സ്പെക്ട്രോസ്കോപ്പിക്ക് അവാർഡ് നോബൽ സമ്മാനം കിട്ടുന്നത് 40കളിലാണ്. അപ്പം എം ആർ ഐക്ക് നോബൽ പ്രൈസ് കിട്ടുന്നതിന് മുമ്പ് 7 നോബൽ പ്രൈസുകളെങ്കിലും മാഗ്നറ്റിക് റെസൊണൻസ് സ്പെക്ട്രോസ്കോപ്പിയായി ബന്ധപ്പെട്ട് പലതായിട്ട് വന്നിട്ടുണ്ട്. പക്ഷെ അതെങ്ങനെ ചിത്രമായി കാണും? ദേഹത്തിലുള്ള വസ്തുക്കൾ വ്യത്യസ്ത രീതിയിൽ തിരിച്ചറിഞ്ഞാൽ തന്നെ അതെങ്ങനെ കമ്പ്യൂട്ട് ചെയ്യും എന്നുള്ളത് കമ്പ്യൂട്ടറുകൾ ഇത്രയും ഡെവലപ്പ് ചെയ്യാത്ത കാലത്ത് 71 GN രാമേന്ദ്രൻ്റെ ആ പേപ്പറിനെ ആസ്പദിച്ചാണ് ഈ CT-യുടെയും MRI-യുടെയും ചിത്രം റീകൺസ്ട്രക്ഷൻ സ്കാൻ ചെയ്തു എന്നുള്ള ശരി, അത് ഏതുപോലെ ദേഹത്തിരിക്കുന്നോ അതേപോലെ ചിത്രമായിട്ട് കാണണ്ടേ? ആ ചിത്രം പോലെ വരുത്തിയിരിക്കുന്ന ഈ സാധനം. അപ്പോൾ GN രാമേന്ദ്രനെ കുറിച്ചൊരു മെൻഷൻ പോലും ഇവിടെയില്ല. ഒന്ന്, നമ്മുടെ നോവൽ പാരസൈറ്റ്, മലേറിയൽ പാരസൈറ്റ് കണ്ടുപിടിച്ച അദ്ദേഹം നോബൽ പ്രൈസ് കിട്ടിയില്ല. റോസ് കൽക്കട്ടയിലായിരുന്നില്ലേ? ഹൈദരാബാദ്. ഓക്കെ, കൽക്കട്ടയിൽ JC ബോസ്. അപ്പോൾ ഈ 2, 3, 4 പേരുകൾ കഴിഞ്ഞാൽ പിന്നെ ഈ പേരുകൾക്കൊന്നും നമുക്ക് നമുക്കൊരു വില അതിനോടുണ്ടായിരുന്നില്ല. ഈ PT ഉഷയ്ക്ക് ചെറിയ എന്തോ വ്യത്യാസത്തിന് ഒട്ട് മെഡൽ, സ്വർണ്ണ മെഡലല്ല കിട്ടാതിരുന്നപ്പോൾ നമ്മൾ M കൃഷ്ണൻ നായർ ഒന്ന് മോശമായി പ്രതികരിച്ചു. പലരും M കൃഷ്ണൻ നായർ ചിത്ത പറയുകയും ചെയ്തു. ഇത്രയും വലിയ കാര്യങ്ങൾ ചെയ്യുന്നതൊന്നും ഒരു വിലയും നിലയും വല്ല ഓടിക്കഴിഞ്ഞാൽ ഇവിടെ വലിയ സ്വീകരണവും സമ്മാനവും തിരിച്ചു വരുമ്പോൾ മന്ത്രി എയർപോർട്ടിൽ പോണു. ഏതെങ്കിലും ഒരു ശാസ്ത്രജ്ഞനെ കഴിഞ്ഞ എത്രയോ കൊല്ലങ്ങളായിട്ട് അങ്ങനെ നമ്മൾ പ്രോത്സാഹിപ്പിച്ച ചരിത്രമില്ല. ഞാൻ GN രാമേന്ദ്രൻ എന്നുള്ള എക്സാമ്പിൾ പറയാം. അദ്ദേഹത്തിൻ്റെ പേര് ഡൽഹിയിലെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്, GN രാമേന്ദ്രൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ജീനോമിക്സ് എന്നുള്ള. സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലെ അല്ലെങ്കിൽ ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ശാസ്ത്ര സ്ഥാപനങ്ങളിലൊന്നാണ്. ഒരുപക്ഷെ ആദ്യമായി ഇന്ത്യയിലെ ഒരു ഇന്ത്യക്കാരൻ്റെ ജീനോം സീക്വൻസ് ചെയ്ത് നമ്മുടെ രണ്ടുപേരുടെയും വിദ്യാർത്ഥിയായിരുന്ന വിനോദ് സ്കറിയെക്കുറിച്ചാണ് ഇനി പറയാൻ പോണ ആ പോയിന്റാണ്. ഈ വിനോദ് സ്കറിയ ലോകത്തിൽ അറിയപ്പെടുന്ന 10 or 20 കമ്പ്യൂട്ടേഷണൽ ബയോളജിസ്റ്റിൽ ഒരാളാണ്. അങ്ങനെ ഇരിക്കെയാണ് മറ്റൊരു ശാസ്ത്രശാഖയിലെ വലിയ ആളായ അച്യുത് ശങ്കർ ഒരു പത്രത്തിൽ ലേഖനം എഴുതി. ഞാൻ ഞെട്ടിപ്പോയി വായിച്ചിട്ട്. ആൾ പറഞ്ഞത് ബയോളജിയും ഞങ്ങളുടെ സയൻസും തമ്മിൽ വ്യത്യാസമുണ്ട്. ഞങ്ങൾ എഞ്ചിനീയർമാർ ഒരു ബിൽഡിങ് കെട്ടിയാൽ അത് നിൽക്കും എന്ന് മുൻകൂട്ടി മോഡൽ ഉണ്ടാക്കിയിട്ടാണ് കെട്ടുന്നത്. അതായത് ആ പാലം താങ്ങുമെന്ന് നമുക്കറിയാം. ബയോളജി അങ്ങനെയല്ല എന്ന്. അദ്ദേഹത്തിന് ബയോളജിയെക്കുറിച്ചുള്ള തീർത്തും ഇഗ്നറൻസ് അതിൽ നിന്ന് വന്ന ബയോളജി അങ്ങനെ അല്ലാണ്ടായിട്ട് കാലം കുറയായി. കമ്പ്യൂട്ടേഷണൽ ബയോളജി മാത്തമാറ്റിക്സും കൂടിയുള്ള ബയോളജിയാണ്. ലോകം ഏറ്റവും വലിയ ശാസ്ത്രജ്ഞന്മാരൊരാളായ JBS ഹാൽഡെയിൻ, ആ പേരെങ്ങനെ പരാമർശിക്കപ്പെടാതെ പോയെന്നുണ്ട്. ഇന്ത്യ ഗവൺമെൻറ് ഒരു സ്റ്റാമ്പ് കൂടി ഇറക്കിയിട്ടുണ്ട് ഹാൽഡെയിനെ കുറിച്ച്. CV രാമൻ കഴിഞ്ഞ പിന്നെ സ്റ്റാമ്പ് വരുന്ന JC ബോസ് കഴിഞ്ഞ് സ്കൂൾ കുട്ടിയാകുമ്പോൾ തന്നെ സ്റ്റാമ്പ് ഉണ്ടായിരുന്നു. ഇദ്ദേഹം പറഞ്ഞ ഒരു അറിയാമല്ലോ JBS ഹാൽഡെയിനെ കുറിച്ച്. ഈ ബ്രിട്ടീഷ് ഗവൺമെൻറ് സൂയസിലേക്ക് പട്ടാളം അയച്ചപ്പം പ്രതിഷേധിച്ചിട്ട് ബ്രിട്ടീഷ് പൗരത്വം വേണ്ട പറഞ്ഞിട്ട് ഇന്ത്യക്കാരനായി മാറി നാച്ചുറലായ ഇന്ത്യൻ സിറ്റിസനായി മരിച്ചാലാണ്. അദ്ദേഹം പറഞ്ഞ സ്വതന്ത്ര ഇന്ത്യ ചെയ്ത ഏറ്റവും വലിയ മണ്ടത്തരം മാത്തമാറ്റിക്സും ബയോളജിയും വേർതിരിച്ചതാണെന്ന് പുള്ളി പറഞ്ഞിട്ടുണ്ട്. പിന്നെ അങ്ങനെ അല്ലാതെ ഇപ്പം എല്ലാവരും സെക്കൻഡ് ഗ്രൂപ്പുകാരും മെഡിസിൻ വരുന്നവർക്കൊക്കെ അത്യാവശ്യം മാത്തമാറ്റിക്സ് അറിയാം. മറ്റൊരിടത്ത് പറഞ്ഞ മാത്തമാറ്റിക്സ് ഇല്ലാണ്ട് ബയോളജി ഇപ്പം മുന്നോട്ട് പോവില്ല. അത് ഇന്ത്യ ചെയ്ത ഏറ്റവും വലിയ മണ്ടത്തരാണെന്ന് JBS ഹാൽഡെയിൻ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അപ്പം ഇതുപോലെ സയൻസിനോട് അല്ലെങ്കിൽ സയൻസ് പൂർണ്ണമായും സയൻറ്റിഫിക് ഒരു വ്യക്തിത്വം അല്ലെങ്കിൽ എന്താ പറയുക അത് പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സ്പോർട്സിനോട് നമ്മുടെ സമീപനം അത് തന്നെയായിരുന്നു. കുറച്ച് കൊല്ലങ്ങളായിട്ടാണ് മാറിയത്. ആദ്യം ക്രിക്കറ്റിലൂടെയും പിന്നെ ചെസ്സിലൂടെയും നീന്തലിലൂടെയൊക്കെ അടുത്ത കാലങ്ങളിൽ അത് മാറി വന്നത്. പണ്ട് സ്പോർട്സിനോട് നമ്മളെ സമീപനം അത് തന്നെയായിരുന്നു. പക്ഷേ സയൻസിനോട് നമ്മളെ സമീപനം തീരെ മാറിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ സ്കൂളുകളിലോ മറ്റ് സാധനങ്ങളിലോ ഒക്കെ ഒരു സയൻറ്റിഫിക് ചോദ്യം ചോദിക്കുന്ന ഒരു കുട്ടിയെ പ്രോത്സാഹിപ്പിക്കാൻ ഒരു സാധ്യതയില്ല. ഈ വിനോദ് സ്കറിയ എന്ന് പറയുന്നത് ഇപ്പം ലോകത്തിൽ അറിയപ്പെടുന്ന 10 or 20 കമ്പ്യൂട്ടേഷണൽ ബയോളജിസ്റ്റുകൾ നമ്മുടെ സ്റ്റുഡൻ്റ് ആയിരുന്നപ്പോൾ ഒരു തവണ വാക്യൂം സ്ട്രക്ചറുള്ള ഒരു പരിപാടിക്ക് തൊട്ടടുത്തിരുന്നിട്ട് മരിച്ചുപോയ താങ്കളുടെ എൻ്റെ സുഹൃത്തായിരുന്ന പിഷാരടി എന്നോട് പറഞ്ഞു ഈ ചോദ്യം അവിടുന്ന് ടോക്ക് നടത്തുന്ന ആളെ പ്രകോപിപ്പിക്കുന്നു. അത് എന്നെ സംഭവിച്ചു. കാരണം അവൻ ക്ലാസ്സുകളിൽ ചോദ്യങ്ങൾ ചോദിക്കുമായിരുന്നു. ആ ചോദ്യം അത്ര ഇഷ്ടമായിരുന്നില്ല അധ്യാപകർക്ക്. അപ്പം എങ്ങനെയോ സയൻസ് പ്രോത്സാഹിപ്പിക്കേണ്ട ഒരു സംഗതിയല്ല. സയൻസ് എന്തെങ്കിലും കണ്ടുപിടിക്കുകയാണെങ്കിൽ കണ്ടുപിടിച്ചോട്ടെ എന്നല്ലാണ്ട് തിരുത്ത് എന്നുള്ളത് സയൻസിൽ വരുന്നുള്ളത് ഇവർക്ക് സ്വീകാര്യമില്ല. നേരത്തെ ഇപ്പം AI കുറിച്ച് പറഞ്ഞു. AI ഈ വർഷത്തെ ഫിസിക്സ് നോബൽ പ്രൈസ് കിട്ടിയ ഷിൻഡൻ്റെ മുതുമുത്തച്ഛനാണ് എവറസ്റ്റ്. ജോർജ് എവറസ്റ്റിൻ്റെ പേരക്കിടാവാണ് ഈ ഷിൻഡൻ. ഇയാൾ കുറച്ച് കൊല്ലം മുമ്പ് ഒരു കാര്യം പറഞ്ഞു ഷിൻഡൻ. അത് തിരുത്തി പുള്ളി പറഞ്ഞു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വരുന്നതോടുകൂടി, ഞാൻ റേഡിയോളജിസ്റ്റാണ്, ഞങ്ങളുടെ തൊഴിൽ നഷ്ടപ്പെടുന്നുള്ളതുകൊണ്ടല്ല ഞാൻ പറഞ്ഞു. പുള്ളി പറയുന്നത് വി ഷുഡ് സ്റ്റോപ്പ് ട്രെയിനിങ് റേഡിയോളജിസ്റ്റ്സ്. കാരണം ഇതില്ലേ ഈ ക്ലിഫിൻ്റെ മേലെ കൂടി ഓടുന്ന വേട്ട നായ്ക്കൾ, താഴെ ക്ലിഫാണ്, താഴെ ഇത്രയും താഴെയാണെന്ന് അറിയാതെ അതിൻ്റെ മേലെ കൂടി ഓടുന്ന വേട്ട നായ്ക്കളെ പോലെയാണ് നമ്മൾ കുറേ ഡോക്ടർമാരെ വളർത്തിയെടുക്കുന്നത്. ആ കോഴ്സുകളൊക്കെ ഡിസ്കണ്ടിന്യൂ ആണ്. ഈ പ്രസ്താവന പൂർണ്ണമായും ഷിൻഡൻ പിന്നെ പിൻവലിച്ചു. അതിന് കാരണം അദ്ദേഹം ശാസ്ത്രജ്ഞനായതുകൊണ്ടാണ്. അദ്ദേഹത്തിന് മനസ്സിലായി
അങ്ങനെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പൂർണ്ണമായും ഒന്നിനെയും എടുക്കാൻ പോകുന്നില്ല എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. അപ്പം ഞാൻ പറയുന്ന ഒരു ശാസ്ത്രീയമായ ഒരു മെൻറ്റാലിറ്റി നമുക്ക് ഒരു കാലത്തും ഉണ്ടായിരുന്നില്ല. ഒരുപക്ഷെ പണ്ട് ഈ പറഞ്ഞ യഥാർത്ഥ പ്ലാസ്റ്റിക് സർജറി ഡെവലപ്പ് ചെയ്ത് എന്ന കാലത്ത് ഉണ്ടായിരുന്നോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ അതിന് നമുക്ക് തെളിവുകളുമില്ല അതിന്. പക്ഷെ അതിനുശേഷം നമ്മൾ ഈ കഴിഞ്ഞ ഒരു 100 കൊല്ലക്കാലത്തിനിടയിൽ ഈ ഇടയ്ക്ക് വന്ന ഒരു ചെറിയ മിന്നാമിനുങ്ങൾ പോലെ പൊങ്ങി വന്ന കുറച്ച് ആളുകൾ, സി ബോസ് അല്ലെങ്കിൽ GN രാമേന്ദ്രൻ അല്ലെങ്കിൽ മേഘന സാഹ, ഇങ്ങനെ കുറച്ച് പേരുകളല്ലാണ്ട് അവരെങ്ങനെ എല്ലാത്തിനെതിരെ പൊങ്ങി വന്നു എന്ന് അറിഞ്ഞുകൂടാ. അപ്പോൾ അത് നമ്മുടെ തന്നെ നമ്മളൊരു കണ്ണാടി വെച്ച് നോക്കേണ്ട ഒരു സംഗതിയാണ്, നമ്മൾ എത്രത്തോളം ശാസ്ത്രീയ ചിന്ത പ്രോത്സാഹിപ്പിക്കാറുണ്ട്. പിന്നെ ഏറ്റവും അവസാനമായി ആദ്യം അരവിന്ദൻ തുടങ്ങിയ ആ പോയിന്റ് അത് KC നാരായണൻ ഒരിക്കൽ വിശദീകരിച്ചു. നമ്മൾ ഈ ശാസ്ത്രം എന്ന വാക്ക്, നിങ്ങൾ ശാസ്ത്ര സാഹിത്യ പരിഷത്തുകാരടക്കാൻ ഉത്തരവാദിയാണ്, ഈ സയൻസിന് ഈക്വലായി വെച്ചെന്ന് തൊട്ടി പ്രശ്നം ആരംഭിച്ചു. ബാരാണിലേക്ക് വിശദീകരിച്ചു ഇങ്ങനെ, ശാസ്ത്രം എന്ന് പറഞ്ഞാൽ ശാസനയിൽ നിന്നാണ് ശാസ്ത്രം വന്നത്, നാട്യശാസ്ത്രം. അതുപോലെയാണ് പക്ഷിശാസ്ത്രവും ഗൗളിശാസ്ത്രവും ഒക്കെ. അപ്പം അതേപോലെ ഒരു ശാസ്ത്രമാക്കി വെച്ചു. അപ്പം വേറൊരു വാക്ക് നമുക്ക് ഉണ്ടായിരുന്നില്ല. നിങ്ങൾ അതിൻ്റെ കൂടെ സാഹിത്യവും കൂടി കൂട്ടിച്ചേർത്തുകൊണ്ട് എന്തുണ്ടായെന്ന് വെച്ചാൽ ഒരു പ്രത്യേക ഭാഷയിൽ വിശദീകരിക്കുന്ന ഒരു സാധനമാണ് ശാസ്ത്രം എന്നുള്ള ധാരണ കുട്ടികൾക്ക് പോലും ഉണ്ടാക്കാൻ പാപ്പുട്ടി മാഷ് ഇവിടെ ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. നിങ്ങൾ എത്ര ശ്രമിച്ചിട്ടുണ്ടെങ്കിലും ആ ഒരു ധാരണയും കൂടി പടർത്താൻ ആ ശാസ്ത്ര സാഹിത്യം എന്ന വാക്ക് പോലും ഇനിയിപ്പോൾ തിരിച്ചു പോകാൻ നിങ്ങൾക്ക് പറ്റില്ല. നിങ്ങളെപ്പോലെ ചിലരൊക്കെ പുസ്തകങ്ങൾ എഴുതിയിട്ടും വളരെ ലളിതമായി മനസ്സിലാക്കുന്ന രീതിയിലും, വിശേഷിച്ച് അതിൽ നിന്ന് റിമ്യൂണറേഷനോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള റോയൽറ്റി ഒന്നും കിട്ടാനൊരു സാധ്യതയില്ലാത്ത പുസ്തകങ്ങളാണ് നിങ്ങളൊക്കെ എഴുതിയത്. പക്ഷേ ഇത്രയൊക്കെ ചെയ്തിട്ട് നമുക്ക് അടിസ്ഥാനപരമായിട്ട് ശാസ്ത്രത്തോട് ആ ഒരു ആഭിമുഖ്യം നമ്മുടെ കോളേജിൽ പഠിക്കുന്ന കുട്ടികൾക്കടക്കം, അതായത് മെഡിസിൻ ഈ ബോഡി കീറി പഠിക്കുന്നവർക്കടക്കം ആ ശാസ്ത്രബോധം ഉണ്ടാക്കി തീർക്കാൻ നമുക്ക് സാധിച്ചിട്ടില്ല. അത് ആസ് പ്രോബബ്ലി കുറേ കൂടി ചെറുപ്പത്തിൽ ചെറിയ ക്ലാസ്സുകളിൽ നിന്ന് വരേണ്ടതാണത്. നമ്മൾ ചോദ്യം ചെയ്യൽ പ്രോത്സാഹിപ്പിക്കാറുമില്ല. ഞാൻ ചില ക്ലാസ്സുകളിലൊക്കെ പുറത്ത് ക്ലാസ് എടുക്കാറുള്ള ആളാണ്. കുട്ടികൾ ഒരുപാട് ചോദ്യം ചോദിക്കും, നമ്മളെ ശല്യപ്പെടുത്തുന്ന ചോദ്യങ്ങൾ ചോദിക്കും. ഇവിടെ ആരും നമ്മളോട് അങ്ങനെ ചോദ്യങ്ങൾ ചോദിക്കാറില്ല. ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അധികം പ്രോത്സാഹിപ്പിച്ചിട്ടുമില്ല. സാറ് പറഞ്ഞ പോലെ we have a deep well of knowledge in all aspects of life. If we take literature, art, music, dance, science, anything, we have a deep well of knowledge. പക്ഷേ ഇന്ത്യൻസ് ഒരു കൺസർവേറ്റീവ് നേച്ചറുള്ളവരാണ് എന്നാണ് എല്ലാവരും പറയുന്നത്. ഇങ്ങനെ വേ ഓഫ് തിങ്കിങ്, നമ്മൾ എവിടെയാണോ നിൽക്കുന്നത് അവിടെ തന്നെയാണ് നമ്മളെപ്പോഴും നിൽക്കുന്നത്. പിന്നെ കുറച്ച് സൂപ്പർസ്റ്റിഷ്യസ് നേച്ചറും ഉണ്ട്. ഇപ്പോൾ ഈജിപ്ഷ്യൻസ് ആണെങ്കിൽ അവരും സൂപ്പർസ്റ്റിഷ്യസ് നേച്ചർ ഉണ്ടായിരുന്നു. മമ്മീസിനെ പ്രിസർവ് ചെയ്യാനാണ് അവർ മെഡിസിൻസൊക്കെ കണ്ടുപിടിച്ചത് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ നമ്മൾ, എൻ്റെ ഒരു സംശയമാണ് സാറ്, നമ്മൾ ഒരു ലീഡിങ് പ്ലേസ് എത്തിക്കൂടാ എന്ന് കരുതുന്ന ഏതെങ്കിലും ശക്തികളുണ്ടോ എന്നതാണ്. പിന്നെ മറ്റൊന്ന്, ഈ എഡ്യൂക്കേഷന് ഋഷിമാരൊക്കെ ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ ഒരു യൂണിവേഴ്സിറ്റിക്ക് പുറത്ത്, അതായത് പുറമെ, ഞാൻ കേട്ടിട്ടുണ്ട് ഒരു 5 സ്റ്റുഡൻസ് മാത്രം ഉണ്ടായിരുന്ന കോട്ടക്കൽ ആര്യവൈദ്യശാലയിൽ ഫസ്റ്റ് ബാച്ചിലുണ്ടായിരുന്ന ഒരു ഫിസിഷ്യന്. അയാൾ നല്ല പേരെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്ന് ക്ലാസ് ആകെ 5 സ്റ്റുഡൻസ് ഉണ്ടായിരുന്ന ഒരു ഫസ്റ്റ് ബാച്ചിൽ. അപ്പോൾ ഒരു മഞ്ചലിൽ ഈ വൈദ്യർ, ടീച്ചർ സഞ്ചരിക്കുമ്പോൾ ഈ 5 കുട്ടികൾ, സ്റ്റുഡൻസ് അതിൻ്റെ പിറകാലെ ഓടിക്കൊണ്ട് അവർ ക്ലാസ് എടുത്തിരുന്നത് ആ മഞ്ചലിൽ ഇരുന്നുകൊണ്ട് സംസ്കൃത ശ്ലോകങ്ങൾ ചൊല്ലിയായിരുന്നു എന്ന്. ഒരു ക്ലാസ് റൂം അറ്റ്മോസ്ഫിയർ ആയിരുന്നില്ല. ഇനി ടാഗോറും ഒരു മൾട്ടി സ്റ്റോറി ബിൽഡിങ്സ് ഒന്നും കെട്ടിപ്പടുത്തതല്ല, നമ്മൾ ഹമ്പിൾ നേച്ചർ പഠിപ്പിച്ചിട്ടുണ്ട്. ക്വസ്റ്റ്യൻ ചെയ്യാൻ പാടില്ല എന്നുള്ളൊരു ഹമ്പിൾ നേച്ചർ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ സംശയിക്കുന്നത് നമ്മുടെ സൂപ്പർസ്റ്റിഷ്യസ് നേച്ചറാണോ, അല്ലെങ്കിൽ കൺസർവേറ്റീവ് നേച്ചറാണോ, അല്ലെങ്കിൽ ഹമ്പിൾ നേച്ചറാണോ, അതല്ല നാലാമത് പറഞ്ഞ് നമ്മൾ ലീഡിങ് പ്ലേസ് എടുത്തുകൂടാ എന്ന് ചിന്തിക്കുന്ന ഒരു വിദേശ ശക്തികൾ ഉണ്ടോ എന്നതാണ്. ഇപ്പം ചൈനയിൽ ഞാൻ കരുതുന്നില്ല, എഡ്യൂക്കേഷൻ കൊണ്ടല്ല, അവർക്ക് നല്ല ക്രിയേറ്റിവിറ്റി ഉണ്ട്. പഠിത്തം കൊണ്ട് മാത്രമൊന്നും അല്ല, അവർ എഡ്യൂക്കേഷൻ കൊണ്ട് മാത്രമൊന്നല്ല അവർ ഈ ഫസ്റ്റ് പ്ലേസ് അറ്റൈൻ ചെയ്തിരിക്കുന്നത്. അല്ലേ സാറിനടുത്ത് സംശയം ചോദിച്ചതാണ്. 2-3 കാര്യങ്ങൾ. ഒന്ന്, നമ്മൾ ഇന്ത്യൻസ് എന്ന് പറഞ്ഞ് ജനറലൈസ് ചെയ്യുന്നത് ശരിയല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇന്ത്യൻസ് എന്ന് പറഞ്ഞ ഒരു കൂട്ടറില്ല.
ഒരുപാട് വ്യത്യസ്ത രീതിയിൽ പല പല ആൾക്കാരെ കൂട്ടം ചേർന്ന ഒരു സാധനമാണ് ഇന്ത്യൻസ്. അപ്പോൾ വി കാൺ ജനറലൈസ്. അല്ല, നമ്മളായിട്ട് ഉണ്ടാക്കിയില്ല എന്നുള്ളതാണ് പ്രശ്നം. അത് എന്തുകൊണ്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയില്ല, അതാണ് ഞാൻ ഉന്നയിക്കാൻ ശ്രമിച്ച ചോദ്യം. അതിൻ്റെ പ്രധാന ഉത്തരമായിട്ട് എനിക്ക് തോന്നിയത് നമ്മുടെ ഇൻറ്റേർണലായിട്ട് ഉള്ള ഇന്ത്യൻ സൊസൈറ്റിയുടെ ചില വീക്ക്നെസ്സസ് ആണ്. ഭൂരിഭാഗം മനുഷ്യർക്കും നീതിയും വിദ്യാഭ്യാസവും ഒക്കെ നിഷേധിക്കുന്ന ഒരു സൊസൈറ്റിക്ക് ഒരിക്കലും ഇതൊന്നും ചെയ്യാൻ വേണ്ടി കഴിയില്ല. അപ്പോൾ അതിൽ നിന്ന് എങ്ങനെ ബ്രേക്കൗട്ട് ചെയ്യാം മുന്നോട്ട് എന്നുള്ളതാണ് നമ്മൾ ഇനി ഭാവിയിലെങ്കിലും ചിന്തിക്കേണ്ട സംഗതി. ഏതായാലും ഈ 15ാമത് സെറീന ട്രസ്റ്റിൻ്റെ ഈ ലെക്ചറിനെത്തിയ KP അരവിന്ദൻ സാറിനെ ആദ്യമായി എൻ്റെ അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. എന്തായാലും ഇങ്ങനൊരു ഞങ്ങളെ അഭിസംബോധന ചെയ്തതിനും വളരെ ഡീറ്റെയിൽ ആയിട്ട് സംസാരിച്ചതിനും ഈ സെറീന ട്രസ്റ്റിൻ്റെ എൻ്റെ പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു. അതോടൊപ്പം തന്നെ ഇവിടെ വന്നിരിക്കുന്ന എല്ലാവർക്കും പറ്റിയ കൂടി നന്ദി പ്രകാശിപ്പിക്കൊണ്ട് നിർത്തുന്നു. എൻ്റെ നമസ്കാരം.